यशोदनन्दना जय बृजनरञ्जना जय यमुनतीरवनचारी जय कुञ्जबिहारी जय यमुनतीरवनचारी जय कुञ्जबिहारी जय राधा माधवा जय कुञ्जबिहारी हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। 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 भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। तस्मै श्री गुरवे नमः। जयलक्ष्मी माताजी बाकी पाड़ियो। എന്താ പ്രഭു? ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ. വന്ദേഹം ശ്രീ ഗുരു. പ്രഭു കറക്റ്റ് ആയിട്ട് അറിയില്ല പ്രഭു. നോ പ്രോബ്ലം, കണ്ടിന്യൂ ചെയ്യും. ബാക്കി നമ്മൾ ജോയിൻ ചെയ്യാം. നോ പ്രോബ്ലം. പ്രഭു വേറെ ആരുടെങ്കിലും പറയൂ, ഞാൻ കൂടെ ജോയിൻ ചെയ്താ. നോ പ്രോബ്ലം. അവതാരികയിലുണ്ട്, ഭഗവത്ഗീത അവതാരികയിലുണ്ട്. ഓക്കെ. वन्देहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश श्रीरूपं साग्रजातं सगगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगगणललिता विशाखान्वितांश। हे कृष्णा करुणा सिंधु दीनबंधो जगत्पते गोपेश गोपिका कांदा राधा कांदा नमस्ते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरूपस्य कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्ण 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 हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघयते यत्कृपा तमहं वन्दे परमानंद माधवम्। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। ഓം തത്സത്. ഹരേ കൃഷ്ണ. ഈ നമ്മുടെ ഭഗവത്ഗീത ഭാഗവത വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ മനോഹരമായ ദർശനം ജയപ്രകാശ് പ്രഭു കുടുംബം നമുക്ക് തന്നിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.
വളരെ ഐശ്വര്യം. പ്രത്യേകത കൂടിയുണ്ട്. രണ്ട് പ്രത്യേകതയാണ്. ഇന്ന് വിനായക ചതുർത്ഥിയാണ്, ഗണേശ ചതുർത്ഥി. അത് കൂടാതെ ഇന്ന് അത്തം. ഇന്നേക്കിനി 10ാമത്തെ ദിവസമാണ് തിരുവോണം. വാമന ജയന്തിയും വരുന്നത്. രണ്ടും കൂടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, നമ്മൾ 2ാമത്തെ അധ്യായം എവിടെയാണ് നിർത്തിയിരുന്നത്? രാമായണം വളരെ മനോഹരമായിട്ട് നമ്മൾ എല്ലാം വായിച്ചില്ലെങ്കിൽ കൂടി രാമായണത്തിന്റെ അന്തസത്ത നമ്മൾ മനസ്സിലാക്കി. എന്താണ് രാമായണം ഉൾക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ കാര്യം. അതിന് കുറെ എക്സാമ്പിൾസും കുറെ ഉദാഹരണങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. വിഭീഷണൻ രാജാവായത്, ഹനുമാൻ ദേവന് പാലം നിർമ്മിക്കാൻ സാധിച്ചത്, അതുപോലെ തന്നെ വിഭീഷണന്റെ ഉപദേശങ്ങള്, കുംഭകർണന്റെ ഉപദേശങ്ങള്, മണ്ഡോദരിയുടെ മുന്നറിയിപ്പ്, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ജീവിതത്തിൽ ഭക്തിയുത സേവനം കൊണ്ട് മാത്രമേ നമ്മൾ വിജയത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളതാണ്. കൂടാതെ കർമ്മബന്ധങ്ങളെ കുറിച്ച്, കർമ്മഫലങ്ങളെ കുറിച്ചും കൃത്യമായി രാമായണത്തിൽ പ്രതിപാദിക്കും. ഇത് മാത്രമേ ഉള്ളൂ രാമായണം കൊടുത്തിരിക്കുന്നത്. ധർമ്മത്തെ കുറിച്ച് പറയുന്നു. ആ കർമ്മബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന ഗണേശ ചതുർത്ഥിയും വന്നിരിക്കുന്നത്. കർമ്മത്തെയും കർമ്മഫലത്തെയും ഒരിക്കലും നമുക്ക് വേറിട്ട് കാണാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ. ജയപ്രകാശ് പ്രഭു, ഏതായിരുന്നു ശ്ലോകം? നമ്മൾ ഓർമ്മയുണ്ടോ? 56 56. എത്ര എണ്ണുണ്ട്? 72. ഒരുമിച്ചാണ് മറുപടി. യെസ്. അപ്പൊ 10 ശ്ലോകം കൂടെ ഉള്ളു നമ്മൾ തീരാനല്ലേ? വെരി ഗുഡ്. അതെ. 57 ചിതപ്രജ്ഞനൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. 57ാമത്തെ ശ്ലോകത്തിലോട്ട് 58, 59. അപ്പോ നമ്മൾ ഇനി വരുന്നത് ആ ഭാഗത്താണ്. യെസ്. ഈ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാം. കുറെ നാളായി ബ്രേക്ക് ചെയ്തിട്ട്. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കി? റിവ്യൂ മാത്രം നമുക്ക് പോകാം. എന്നിട്ട് ശ്ലോകം നമുക്ക് തുടങ്ങാം. എന്നിട്ട് നമ്മൾ ഗണേശൻ, പിന്നെ വിദ്യാജിയുടെ ചില കമന്റ്സുകൾ, കണ്ടിന്യൂഷൻ ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. ഹരേ കൃഷ്ണ. 2ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് ആത്മാവിന് നാശമില്ലെന്നും ശരീരത്തിന് നാശമുണ്ടെന്നും, ആത്മാവ് പുതിയ വസ്ത്രം, ശരീരം പുതിയ വസ്ത്രം ഉപേക്ഷിക്കുന്ന പോലെ പഴയ വസ്ത്രത്തിൽ പോയി ാണ് ആത്മാവിന്റെ അവസ്ഥയെന്നും പറഞ്ഞു. പിന്നെ ആർക്കെന്ത് പറയാനുണ്ട്? ജ്ഞാനയോഗം, കർമ്മയോഗം, ബുദ്ധിയോഗം, ഇതെല്ലാം ഭക്തിയുഗത്തിലേക്ക് നയിക്കുന്ന. അടുത്തത് പിന്നെ എല്ലാം പറഞ്ഞത് ശരിയാണ്. ഇനി ആർക്കെങ്കിലും എന്തോ ദ്വൈതം വളരെ വ്യക്തമായിട്ട് ഞാനും നമ്മളും ഭഗവാനും രണ്ടാണെന്നും ഒന്നല്ലെന്നും 12ാമത്തെ ശ്ലോകത്തിൽ പറയും. 12, 14. അതെ. പിന്നെ അതൊരു കാര്യം. ഒരുപാട് പറയുന്നുണ്ട്. ഇത് ഏകദേശം ഞാനിത് ലാസ്റ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ നമ്മൾ കുറെ ബ്രേക്കപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അപ്പം ആദ്യം ഭഗവത്ഗീത ചാപ്റ്റർ
ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ മറ്റൊരു ചാപ്റ്റർ ഉണ്ടാകില്ലായിരുന്നു. അർജുനൻ ചില കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങുന്നു ആദ്യത്തെ അധ്യായത്തില്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തിന് ഫുൾ ഫിലോസഫി. അർജുനൻ കുറെ കാര്യങ്ങള് അർജുനത് ആവശ്യമാണെന്ന് തോന്നുന്നു, അർജുനന്റെ ചിന്തകള്. പക്ഷെ അത് അനാവശ്യമായ ചിന്തകളാണെന്ന് ഭഗവാൻ അവിടെ സ്ഥിരീകരിക്കുന്നു. അതായത് ഭൗതിക ശരീരത്തെയും, അതായത് രണ്ടാമത്തെ അധ്യായം പറയുന്നത് ഭൗതിക ശരീരം, ആത്മാവ്, ഇവയെ കുറിച്ചുള്ള ഒരു അനലൈസ് സ്റ്റഡി, അവലോകനം. അത് പിന്നീട് അതിനെ സെൽഫ് റിയലൈസേഷനോട്ട് ലീഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നിനോടും ഒരു മമതാബന്ധവും ഇല്ലാതെ തനിക്ക് നിയോഗിക്കപ്പെട്ട കർമ്മം എങ്ങനെ ചെയ്യണം എന്ന് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്നു നമുക്ക് വേണ്ടി. അതില് നമ്മൾ 1 മുതൽ 10 വരെ ശ്ലോകങ്ങൾ വായിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അർജുനൻ അവിടെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു. ആ കൺഫ്യൂസ്ഡ് സ്റ്റേജ് മാറിയത് അവസാനം ഭഗവാനെ സറണ്ടർ ചെയ്തു, ഭഗവാന് മുന്നിൽ കീഴ്പ്പെട്ടു, ശരണാഗതി കടന്നു. അങ്ങനെ ഭഗവാനെ ഗുരുവായി സ്വീകരിക്കുന്നു. അതാണ് 1 മുതൽ 10 വരെ ശ്ലോകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പം ജീവിതത്തിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആത്മീയമായി ഒരു ഗുരുവിനെ സ്വീകരിച്ചേ മതിയാവൂ. അവിടെ ഗുരുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുന്നു. പിന്നെ അടുത്ത 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ പോകുമ്പോൾ ജ്ഞാനയോഗത്തെ പറ്റിയാണ് പറയുന്നത്. ജ്ഞാനയോഗത്തില് വീണ്ടും പിന്നെ അവിടെ തൊട്ട് അർജുനനും കൃഷ്ണനും സുഹൃത്തുക്കളല്ല, ഗുരു ശിഷ്യ ബന്ധമാണ്. കൃഷ്ണൻ റിയലായിട്ട് ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് നിന്നാണ് പിന്നെ അർജുനനോട് എല്ലാം സംസാരിക്കുന്നത്. അവിടെ അർജുനന്റെ നൈമിഷികമായ ചില സെന്റിമെന്റ്സിനോട് മലയാളം എന്താ പറയുന്നത്, അത് അനാവശ്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ നീ ഈ കാണുന്ന ശരീരത്തെ പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ആ ശരീരത്തിന്റെ സവിശേഷതകൾ, ഭൗതികമായ ശരീരത്തിന്റെ സവിശേഷതകളെ പറ്റി പറയുന്നു. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു, ഭൗതിക ശരീരത്തെ പറ്റിയാണ് ചിന്തിക്കുന്നതിൽ കൂടി നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. അപ്പം അവിടെ അനുകമ്പയുടെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞ് ഭഗവാൻ നിർത്തി. ആ ഭൗതിക ശരീരത്തെ പറ്റി ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അതിന്റെ ഒരു സ്ഥിരീകരണം അടുത്ത 31 മുതൽ 38 ശ്ലോകത്തിലൂടെ ഭഗവാൻ മനസ്സിലാക്കി കൊടുക്കുന്നു. അവിടെയാണ് കർമ്മകാന്ഡം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ 1 മുതൽ 10 വരെയുള്ള ശ്ലോകം അർജുനന്റെ സംശയങ്ങളും അർജുനന്റെ ശരണാഗതി അടയലുകളും, അതായത് സറണ്ടറിങ്ങും. 11 മുതൽ 30 വരെ ജ്ഞാനകാന്ഡമായിട്ടും ജ്ഞാനയോഗമായിട്ടും 31 മുതൽ 38 ശ്ലോകം വരെ കർമ്മകാന്ഡവുമായി ബന്ധപ്പെടുത്തുന്നു. ആ കർമ്മകാന്ഡത്തിൽ പറയുന്നു, പറയുന്നത് അവിടെ കൃഷ്ണൻ വളരെ വിദഗ്ധമായിട്ട് മറ്റൊരു സൂത്രവാക്യത്തിലോട്ട് പോവുകയാണ്. ഇവിടെയാണ് നമ്മളും ചിന്തിക്കേണ്ടത്. നീ ഭൗതിക ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ തന്നെ പോലും നിനക്ക് ഈ യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ച്, അതായത് അർജുനൻ പറഞ്ഞു ആദ്യം, ഗുരുജനങ്ങള്, പിതാമഹന്മാര്, സുഹൃത്തുക്കള്, അളിയന്മാര്, മറ്റു ബന്ധുമിത്രാദികള് എല്ലാവരെയും ആദരിക്കപ്പെടേണ്ടവരാണ്. ആദരീയണീയവരാണ് ഇന്ന് ഇവിടെ
യുദ്ധം ചെയ്യാൻ വന്ന് നിൽക്കുന്നത്, എനിക്കിങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് അനാവശ്യമായ അനുകമ്പയാണ്. ഭൗതികമായ ശരീരത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായത് കൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത് എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞുകൊണ്ട് വളരെ നല്ലൊരു സൂത്രവാക്യം കർമ്മയോഗത്തിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. അഥവാ നീ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കൂടി നിനക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല, അനുകമ്പ കാണിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ നിയതമായ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. നീ യുദ്ധം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നീ ഫെയിൽഡ് ആണ് അവിടെ. കാര്യം നീ ക്ഷത്രിയനാണ്, നീ ധർമ്മം ചെയ്തില്ല. അത് ഒന്നുകൂടി നമ്മുടെ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മറ്റു ഉദാഹരണങ്ങൾ നമ്മൾ എടുക്കാം. ഒരു ന്യായാധിപനെ സംബന്ധിച്ചിടത്തോളം ഒരാളെ തൂക്കിലേറ്റുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കർമ്മത്തിന്റെ ഭാഗമാണ്, പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഭൗതിക ആസ്വാദനങ്ങൾ, അതിന് വരുന്ന ആസ്വാദനങ്ങളൊന്നും പ്രത്യേകിച്ച് ഒരു ആസ്വാദനവും ന്യായാധിപൻ എടുക്കുന്നില്ല. ന്യായാധിപന് അഡീഷണൽ ആയിട്ട് ഒരു ശമ്പളമോ പാരിതോഷികമോ കിട്ടുന്നില്ല. ന്യായാധിപൻ ദുഃഖിക്കുന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് എന്നുള്ള തികഞ്ഞ ബോധത്തോടെ യാതൊരു വിഷമവും ഇല്ലാതെ നിയമപരമായി ആ കുറ്റവാളിയെ തൂക്കിലേറ്റും. നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, നിയതമായ കർമ്മം, മറ്റ് ഭൗതിക താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഭൗതിക ആസ്വാദനങ്ങളോ കൂടാതെ ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ആരാച്ചാര് ചെയ്യുന്നത്. ആരാച്ചാര് ഒരാളെ തൂക്കിലേറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എക്സ്ട്രാ പാരിതോഷികം ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ചുടുകാട്ടിൽ മൃതശരീരം ദഹിപ്പിക്കാൻ നിൽക്കുന്ന ഒരുവനും ചെയ്യുന്നത്. അവിടെ ആ ചുടുകാട്ടില് പാവപ്പെട്ടവന്റെ ശരീരം വരുന്നുണ്ട്, പണക്കാരനായി ജീവിച്ചവന്റെ ശരീരം വരുന്നുണ്ട്, രോഗങ്ങളാൽ ജീവിച്ചവന്റെ ശരീരം വരുന്നുണ്ട്. എല്ലാ ശരീരങ്ങളെയും ഒരുപോലെ കണ്ട് എല്ലാ ശരീരങ്ങളെയും അഗ്നിക്കിരയാക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ ചുടുകാട്ടിൽ ഇരിക്കുന്നത്. ഇവിടെ ഒന്നും കർമ്മബന്ധനങ്ങൾ അവരെ ഏൽക്കുന്നില്ല, അവർക്ക് ബാധകമല്ല. കാര്യം അവരുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. അപ്പം തന്റെ നിയതമായ കർമ്മം ചെയ്യാൻ അർജുനനോട് വിദഗ്ധമായി ഭഗവാൻ ധരിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വരുമ്പോൾ 39 മുതൽ 53 ചാപ്റ്റർ വരെ ബുദ്ധിയോഗമാണ്. ഏകദേശം ഈ ബുദ്ധി ഏകദേശം നേരത്തെ പറഞ്ഞിരിക്കുന്ന ശ്ലോകങ്ങൾ തന്നെ ആണ് ഓർമ്മിപ്പിക്കുന്നത്. 31 മുതൽ 38 വരെ ശ്ലോകത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ബുദ്ധിയോഗത്തില് ചെയ്യുന്നത്. ബുദ്ധിയോഗത്തിൽ ചെയ്യുമ്പം പറയുന്നത് ജ്ഞാന യോഗവും കർമ്മയോഗവും പറഞ്ഞിട്ട് പറയുന്നതാണ്, നീ ചെയ്യുന്ന കാര്യങ്ങളുടെ എക്സ്ട്രാ ഫ്രൂട്ടീവ് റിസൾട്ട്, അതിന്റെ ആസ്വാദനത്തെ പറ്റി ആലോചിക്കുമ്പോഴാണ് നിനക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ മടിക്കുന്നത്. അതിനെക്കുറിച്ച് നീ ചിന്തിക്കുകയരുത്. എന്നിട്ട് എന്തായിരുന്നത്, ഭക്തിയുത സേവനത്തിലൂടെ നീ കാര്യങ്ങൾ ചെയ്യുക. അതായത് എനിക്ക് സമർപ്പിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. By devotional service, one becomes indifferent to the Vedic rituals, gains freedom from sinful reactions. ഭഗവാന് സമർപ്പിതമായിട്ട് നീ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് മറ്റ് കർമ്മബന്ധനങ്ങളെ നിന്ന് മുക്തനാകാം എന്ന് പറഞ്ഞിട്ട് 54 മുതൽ, അതാണ് ഇനി നമ്മൾ പോകുന്നത് അല്ലെ, 57 ശ്ലോകത്തിലല്ലേ, 7 വരെയൊക്കെ പോയി, നമ്മുടെ സ്ഥിതപ്രജ്ഞനൊക്കെ കഴിഞ്ഞു. അതെ. അപ്പം 54 മുതൽ 72 വരെയുള്ള ശ്ലോകം സ്ഥിതപ്രജ്ഞനെ കുറിച്ചിട്ടാണ്. അപ്പം അർജുനൻ ഇതെല്ലാം കേട്ടിട്ട് ആരാണ് സ്ഥിതപ്രജ്ഞൻ, ആരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഭഗവാൻ അതിന് മറുപടി പറയുകയാണ്, ദാസോഹം തവ കേശവ. ഭഗവാന്റെ ദാസനായി പരിപൂർണമായി ശരണാഗതി അടഞ്ഞ് ശുദ്ധ ഭക്തിയുത സേവനത്തിലൂടെ താൻ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ
അതെല്ലാം ഭഗവാന് സമർപ്പിതമായി ചെയ്യുന്ന ഒരാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അവിടെ എന്തെന്നാല് അവൻ പരിപൂർണ തൃപ്തനാണ്. എല്ലാം ഭഗവാന്റെ മയത്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി ഉണ്ടായിരിക്കുന്നതും സർവചരാചരങ്ങൾ ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും എന്നുള്ള തിരിച്ചറിവ് ആ ഭക്തന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുകയും അദ്ദേഹത്തിന് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി കാണുകയും അമിതമായ ഉത്കണ്ഠ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അവനെ സ്ഥിതപ്രജ്ഞ എന്ന് പറയുന്നു. അവിടെ അങ്ങനെ ഒരു സ്ഥിതപ്രജ്ഞനായി തീരാനുള്ള ചാനലാണ് ടു ഫോളോ ദ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്. റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അറിയാതെ തന്നെ ഭഗവാനിൽ നമ്മൾ എത്തും. അവിടെയാണ് നമ്മൾ നേരത്തെ ഓഫ്ലൈൻ ചർച്ചയിൽപ്പെടുത്തിയത്. ഒരാള് സാധാരണയായി ജനറലായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് ഒരുവന് ഭക്തിയുത സേവനത്തിലേക്ക് ചാടി കയറി വരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അവിടെ ചെയ്യേണ്ടത് എന്തെന്നാൽ ഒരു ചെറിയൊരു വേട് അല്ലെങ്കിൽ ചെറിയൊരു ബോധം അവന് മനസ്സിലുണ്ടാകണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം അതേപോലെ തുടരട്ടെ. പക്ഷെ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭഗവാന് വേണ്ടിയിട്ടാണ്. ഒരു ഹരേ കൃഷ്ണ എന്ന ശബ്ദം അതിൽ ആഡ് ചെയ്യുക. നീ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഹരേ കൃഷ്ണ, കൃഷ്ണന് വേണ്ടിയിട്ട് അല്ല ഭഗവാനെ ഓർമ്മിപ്പിച്ചിട്ട് അത് അങ്ങനെ പോകുമ്പോൾ നമ്മള് ചില സമയത്ത് ഭഗവാനെ വിളിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓർമ്മിപ്പിക്കും, ഷോ ഈ എല്ലാ കാര്യങ്ങളും കൃഷ്ണനെ വിളിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, ഇന്ന് നിനക്ക് വിളിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വിളിക്കാൻ മറന്നുപോയല്ലോ എന്നുള്ള ഒരു ഓർമ്മ വരും. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. അങ്ങനെ പടിപടിയായിട്ട് നമ്മൾ അറിയാതെ തന്നെ ഭഗവാനുമായിട്ട് അടുക്കുകയും നമ്മൾ ഒരു സീരിയസ് സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യും. അത് ആരും നമുക്ക് പറഞ്ഞു തരേണ്ടതില്ല. പക്ഷേ ഒന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് ഭഗവാനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചെയ്യണം, ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ചെയ്യണം. ഇത് തന്നെയാണ് പ്രഭുപാദര് അമേരിക്കയിൽ സംസാരിച്ചതും വെറും ഹിപ്പികളുടെ ഇടയ്ക്ക് സംസാരിച്ചത്. ഈവൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ലിക്കർ ഷോപ്പിൽ പൊയ്ക്കോളൂ, നിങ്ങൾ കുടിക്കൂ, പക്ഷെ കൃഷ്ണനെ വിളിച്ചിട്ട് കുടിക്കാൻ പറഞ്ഞു, ഹരേ കൃഷ്ണ പറഞ്ഞിട്ട് കുടിക്കാൻ പറഞ്ഞു. അതിന് ഫലമുണ്ടായി. ആ ഫലമുണ്ടായത് കൊണ്ടാണ് ഇന്ന് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് പ്രഭുപാദർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായി. അല്ലെങ്കിൽ ഭഗവാന്റെ ഫിലോസഫി, ഭഗവാന്റെ തത്വം അവർക്ക് ഉൾക്കൊള്ളാൻ ശ്രമിച്ചു. അവർ വൈഷ്ണവരായിട്ട് മാറി, യഥാർത്ഥ മനുഷ്യരായിട്ട് മാറി. ഹരേ കൃഷ്ണ. ഇതാണ് രണ്ടാമത്തെ അധ്യായം കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ശ്ലോകത്തിലോട്ട് നമ്മൾ കടക്കുകയാണ്. ഹരേ കൃഷ്ണ. ഈ അധ്യായങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതിവ് പോലെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങളും ഇഷ്ടപ്പെട്ട അർത്ഥങ്ങളും എല്ലാം എല്ലാവർക്കും പിന്നെ പറയാവുന്നതാണ്. ഓക്കെ, ഏത് ശ്ലോകമാണ് പ്രഭു? 57 57, 58, 59, 63 വരെ നമ്മൾ എത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. ഒറ്റയടിക്ക് 4-5 ശ്ലോകം ഒരുമിച്ച് പോകേണ്ട ഒരു കേസ് ഉണ്ടായിരുന്നു. നമ്മൾ നാസ്തി പുസ്തകയൊക്കെ വായിച്ചെന്ന് തോന്നുന്നു അല്ലേ? യെസ്, അതൊക്കെ വായിച്ചതാണ്. യെസ്. പിന്നെ ഇന്ദ്രിയാണ വെള്ളത്തിലെ തുണിയെ കൊടുങ്കാറ്റുന്ന പോലെ അതും വായിച്ചെന്ന് തോന്നുന്നു. ക്രോധാത്ഭവ സംഭവമൊക്കെ കഴിഞ്ഞു നമ്മൾ. അത്ര 56 കഴിഞ്ഞിട്ട് ഉണ്ടോന്ന് എനിക്കും സംശയമുണ്ടോ? ഓക്കെ, നമുക്ക് 56 പോകാം. ഈ 56 അല്ല, ആർക്കും ഓർമ്മയില്ലേ? വേറെ ആർക്കും ഓർമ്മയില്ലേ? ഓക്കെ, സുരേഷ് പ്രഭു. അല്ല, ഞാൻ ഇതിനിടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് കേൾക്കാൻ പറ്റിയില്ല എനിക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റേ ടിക്ക് ചെയ്തിടുമായിരുന്നു.
അപ്പൊ ഇതിൽ ടിക്ക് ചെയ്തിരിക്കുന്നത് എന്റെ 53 വരെ ടിക്ക് ചെയ്തു. അല്ല 56 ആയി. 53 വരെ എന്റെ ടിക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിന് അല്ല 56 ആയി എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് സൗണ്ട് കിട്ടിയില്ലായിരുന്നു. ഞാൻ കുറെ ട്രൈ ചെയ്തിട്ട് അവസാനമാണ് എനിക്ക് എന്റെ ഓഡിയോ വർക്ക് ആയത്. ഓഡിയോ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, അവിടെ കേൾക്കാൻ പറ്റിയിട്ടൊന്നും. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ഞാൻ 53 വരെയാണ് ടിക്ക് ചെയ്തത്. ഇതല്ലായിരുന്നല്ലോ നമ്മള് രാമായണമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ അവസാനം പറഞ്ഞത് ഈ 53-ാമത്തെ ശ്ലോകമാണ് ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മള് പറഞ്ഞു 56 വരെ നമ്മൾ പോയി. ത്രിവിധ ക്ലേശങ്ങൾ വായിച്ചു. ദുഃഖേഷു സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീർ മുനീരിച്ചത്. ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി, ഭയം, ക്രോധം ഇവയിൽ നിന്നും വിമുക്തനായും ഇരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 2-ാമത്തെ അധ്യായത്തില് എത്രാമത്തെ ചാപ്റ്റർ മുതൽ 54 മുതൽ 72 ശ്ലോകം വരെ സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ നേരെ 57 ഒന്ന് വായിക്കാം. ആയിക്കോട്ടെ, 57 വായിച്ചാൽ മതിയോ? 56 തുടങ്ങണോ? 70 എല്ലാം സ്ഥിതപ്രജ്ഞനാണ്. സത്യം. സർവത്രാനവിസ്നേഹ പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതിന ദേഷ്ടി തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത. സർവത്രാനവിസ്നേഹ പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. സർവത്രാനവിസ്നേഹ. റിപ്പീറ്റ് ചെയ്യാം. സർവത്രാനവിസ്നേഹ. 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 തത്തത്പ്രാപ്യ ശുഭാശുഭം. നാഭിനന്ദതി ന ദേഷ്ടി. നാഭിനന്ദതി ന ദ്വേഷ്ടി. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. വീട് ബൈ വീട് മീനിങ് വിവർത്തനം ഭാവാർത്ഥം ശീലഭൂപാതയ്ക്ക് യാതൊരുത്തൻ സർവത്ര എല്ലായിടത്തും ഏതിലും അനവിസ്നേഹ സ്നേഹശൂന്യനായി തത്ത് അതാത് ശുഭാശുഭം ശുഭാശുഭത്തെ പ്രാപ്യ പ്രാപിച്ചിട്ട് ന അഭിനന്ദതി അഭിനന്ദിക്കുന്നില്ല, ന ദേഷ്ടി ദേഷിക്കുന്നുമില്ല, തസ്യ അദ്ദേഹത്തിന്റെ പ്രജ്ഞ പൂർണ്ണജ്ഞാനം പ്രതിഷ്ഠിത സ്ഥിരയാണ്. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. സർവത്രാനവിസ്നേഹ. സർവത്രാനവിസ്നേഹ. തത്തത്പ്രാപ്യ ശുഭാശുഭം. തത്തത്പ്രാപ്യ ശുഭാശുഭം. സർവത്രാനവിസ്നേഹ. സർവത്രാനവിസ്നേഹ. തത്തത്പ്രാപ്യ ശുഭാശുഭം. തത്തത്പ്രാപ്യ ശുഭാശുഭം. നാഭിനന്ദതി ന ദേഷ്ടി. നാഭിനന്ദതി ന ദ്വേഷ്ടി. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാ. പ്രജ്ഞാ പ്രതിഷ്ഠിത. സുശീം പ്രഭു വായിച്ചോളൂ. സർവത്രാനവിസ്നേഹ. തത്തത്പ്രാപ്യ ശുഭാശുഭം. നാഭിനന്ദതി ന ദ്വേഷ്ടി. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വെരി ഗുഡ്. പ്രഹ്ലാദൻ ചേട്ടാ. സർവത്രാനഭിസ്നേഹ
തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ചേച്ചി വായിച്ചില്ല? പറ്റില്ല, ചേച്ചി വായിച്ചില്ലെന്ന് തോന്നുന്നു. തത്തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദൃഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. രുക്മിണി വിദ്യാമാതാജി. ഹരേ കൃഷ്ണ. യ സർവത്ര നഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. പ്രസീത മാതാജി. യർ സർവത്ര നഭിസ്നേഹസ്തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എത്രാമത്തെ പ്രഭു? 57, 2-57. യുബിൻ ബ്രോ വരുമ്പോഴത്തേന് സുരേഷ് ഗോപി പ്രഭു ചെല്ലാം. ഹരേ കൃഷ്ണ. യ സർവത്ര നഭിസ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യുബിൻ ബ്രോ. യ സർവത്ര നഭിസ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിസ്മയ എവിടെ? പനിയാ, എന്ത് പറ്റി? മൂക്കൊലിപ്പൊക്കെ ആയിട്ട്. ഓക്കെ, എങ്ങനുണ്ട്? കുഴപ്പമില്ല. വിസ്മയ അമ്മ എവിടെ? അമ്മ ട്യൂഷൻ എടുക്കുന്നു. ഓക്കെ 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 ഓക്കെ. ആമി നമ്പർ 2. യ സർവത്ര നഭിസ്നേഹ തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അമ്മയ്ക്ക് ട്രൈ ചെയ്യാമോ? ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി പ്രജ്ഞാ പ്രതിഷ്ഠിത. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ജയപ്രകാശ് പ്രഭു. സർവത്ര നഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തത്പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി ന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വെരി ഗുഡ്. അടുത്തത് രണ്ട് കൂട്ടര്, അഭിരാമി, അനവദ്യ വായിച്ചോളൂ. ഞാൻ പെട്ടെന്ന് വരാം, 1 മിനിറ്റ്. വായിച്ചോളൂ. അഭിരാമി വായിച്ചോളൂ. सर्वत्र अभिस्नेहास्
तत्प्राप्य शुभाशुभं नभिनन्दिन द्वेष्टि तस्य प्राण्य प्रतिष्ठिता। മാതാജി यत् सर्वत्रानपि स्नेहः तत्प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता। ജയലക്ഷ്മി മാതാജിയും അനവധ്യം. सर्वत्र नापि स्नेहा तत्प्राप्य शुभाशुभा नापि नन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता। सर्वत्र तत्प्राप्य शुभाशुभं नाभिनन्दति न द्वेष्टि तस्य प्रज्ञा प्रतिष्ठिता. ഈ ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെയും അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെയും വർദ്ധിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചത്. ഇത്തിരി പ്രയാസമാണ്, പക്ഷേ ഭഗവാൻ അർജുനനോട് ക്രമേണ അത് പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ആർക്കും പെട്ടെന്ന് അങ്ങോട്ട് ആ ഇമോഷനെ ഒന്നും നമുക്ക് കളയാൻ പറ്റത്തില്ല. പക്ഷേ അതിന് നമുക്ക് നിരന്തരമായ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു സ്ഥിതപ്രജ്ഞത ഇല്ലാത്തത് കൊണ്ടാണ് രാവണന് പരാജയം സംഭവിച്ചത്. ഇതിന്റെ ഉണ്ടോ ഭഗവത്ഗീത ഉണ്ടോ കയ്യില്? ഭാവാർത്ഥം ആര് വായിക്കും? വായിച്ചോളൂ ഭാവാർത്ഥം. ഉണ്ടോ? ഇല്ലേ? ഭഗവത്ഗീത കയ്യിലില്ലേ? ഹരേകൃഷ്ണ മ്യൂട്ടാണ്. പ്രഭു ആര് ഏത് മാതാജിയാന്ന് കേട്ടിട്ടില്ല. പ്രസീത മാതാജി. ഓക്കെ. നല്ലതോ ചീത്തയോ ആയ പരിവർത്തനങ്ങൾ ഭൗതിക ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അത്തരം ഭൗതിക പരിവർത്തനങ്ങളിൽ അസ്വസ്ഥനാകാതെ നന്മ തിന്മകളുടെ ബാധയേൽക്കാതെയുള്ള ഭക്തനെ കൃഷ്ണാവബോധം ഉറച്ചവനെന്ന് കരുതാം. ദ്വന്ദ്വങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന കാലത്തോളം നന്മ തിന്മകൾ അനുഭവപ്പെടാനിടയുണ്ട്. എന്നാൽ സർവമംഗളകാരിയായ നിരപേക്ഷ സത്യമായ കൃഷ്ണനിൽ മാത്രം താല്പര്യമുള്ള കൃഷ്ണാവബോധത്തിൽ ഉറച്ച ഭക്തനെ അവ ബാധിക്കുകയില്ല. ആ വിധത്തിലുള്ള കൃഷ്ണാവബോധം സമാധി എന്നറിയപ്പെടുന്ന തികഞ്ഞ അതീന്ദ്രിയാവസ്ഥയിലേക്ക് ജീവാത്മാവിനെ എത്തിക്കുന്നു. ഹരേ കൃഷ്ണ. ഇതിനെ കുറിച്ച് എന്തെങ്കിലും സുശീം പ്രഭു പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. സുശീം പ്രഭു കേട്ടോ? മ്യൂട്ടാണ്. ഈ ഒരു അവസ്ഥയിൽ എത്തുന്ന ആളിനെയാണ് സമാധി എന്ന് പറയുന്നത്. അതെ, അതായത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ സമാധിയാണ്. നല്ലതും ചീത്തയും വന്നാലും അനങ്ങാത്തൊരവസ്ഥ സമാധിയാണ്. പക്ഷെ നമ്മളങ്ങനെയല്ലല്ലോ, നമ്മുടെ സമാധിയിലല്ല, നമ്മള് നല്ല ജീവിതത്തേക്കും റിയാക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സ്ഥിതപ്രജ്ഞരല്ലാത്തതുകൊണ്ട്. ഇതിനിടയ്ക്ക് ശ്ലോകം സുശീം പ്രഭു വായിച്ചിരുന്നോ? മാതാജി വായിച്ചിരുന്നോ? ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചു. മാതാജി വായിച്ചിരുന്നോ? മാതാജി വായിച്ചില്ല. വായിക്കൂ മാതാജി, ശ്ലോകം വായിക്കൂ. മാതാജി ബിഹൈൻഡ് കർട്ടൻ ആണല്ലോ. ശ്ലോകം വായിക്കൂ. അതെ, മാതാജി എപ്പോഴും സുശീം പ്രഭുവിന്റെ ഇൻസ്പയറർ ആണ്. അത്രയും
റെഫറൻസ് ആണോ സംശയമുണ്ട് പ്രഭു. അതെ അതെ അതെ. വായിച്ചോളൂ, ശ്ലോകം വായിച്ചോളൂ. സർവത്രാനപി സ്നേഹ തസ്തപ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതി നദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. ഓക്കെ, ഇനി ശശിം പ്രഭു പറയൂ. അതായത് നമ്മള് ഈ നല്ലതും ചീത്തയൊക്കെ സംഭവിക്കുമ്പോ നമ്മള് വലിയ ഇത് അസ്വസ്ഥതയില്ലാതെ അതിനെ നേരിടണം. അതിനുള്ള ഒരു ബലം അല്ലെങ്കിൽ അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ എത്തിച്ചേരും സ്വാഭാവികമായി എന്ന് ഞാൻ കാണുന്നു. അതെ അതെ, അങ്ങനെയുള്ള ഒരു അതെ അതെ പറഞ്ഞോളൂ. അത് ഗ്രാജുവലായി കുറച്ച് കാലങ്ങളായി സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. യെസ്, കറക്റ്റ്. അപ്പൊ അതിലൂടെ ഇങ്ങനെ പോകുമ്പം ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺ വരുന്നുണ്ട്. അത് സമചിത്തതയോടെ നേരിടാൻ പറ്റണം. അതാണല്ലോ വേണ്ടതും. അതെ, അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ, നാമജപം, റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ്, ആ ഒരു ഭക്തിയുദ്ധ ലൈനിലുള്ള ജീവിതം മനുഷ്യനെ ആ ലൈനിൽ എത്തിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഐ മീൻ അതാണ് ഇവിടെ കാണുന്നത്. കൃഷ്ണാവബോധത്തിൽ അതെ, എത്തിയാലും എത്തിയില്ലെങ്കിലും പ്രയാസങ്ങൾ അവിടെ നിൽക്കും. ഈ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറയും ആത്മഹത്യയെ വഴിയുള്ളൂ, വേറെ ഒരു കാര്യവുമില്ല, ഞാൻ ഇപ്പൊ അങ്ങ് ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുമ്പോഴത്തേന് എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് സോൾവ് ആയോ? കഴിഞ്ഞോ? പിന്നെ പ്രശ്നങ്ങൾ അവിടെ തുടരുകയാണ്. അപ്പം അത്തരം ദൗർബല്യതയിൽ നിന്ന് ഒരു കരുത്തനായ അർജുനനെ പോലെ ഒരു കഥാപാത്രമായി ഒരു കുടുംബ പ്രതിനിധിയായി മാറണമെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, അത് കൃഷ്ണാവബോധത്തിൽ വന്നെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് വ്യാസമഹർഷി 4 വേദങ്ങൾ രചിച്ചിട്ടും വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുമ്പോൾ സരയൂ നദിയുടെ തീരത്താണോ സരസ്വതി, എനിക്ക് ഓർമ്മയില്ല, എന്താ സരസ്വതി നദിയുടെ തീരത്ത് വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വരും. നാരദ മഹർഷി ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് ദുഃഖിച്ചിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. എന്നിട്ട് നാരദ മഹർഷി ആദ്യം ചെയ്യുന്നത്, നാരദ മഹർഷി അവിടെ അതുവരെ എഴുതിയിരിക്കുന്ന എല്ലാ കൃതികളെയും തള്ളിപ്പറഞ്ഞു, നിരാകരിച്ചു. ഇതൊക്കെ ബഹുദേവ ആരാധനയിലോട്ട് നയിക്കുകയും ഭൗതിക ആസ്വാദനത്തിലേക്ക് നയിക്കുകയും സോക്കാൾഡ് റിലീജിയനിലേക്ക് നയിക്കുകയും ചെയ്യത്തോള്. അതുകൊണ്ട് ആരെയാണോ പുകഴ്ത്തി പറയേണ്ടത്, ഏത് ധർമ്മത്തെയാണോ എടുത്തു പറയേണ്ടത് എന്നത് അങ്ങ് മറന്നു, അങ്ങ് അത് ചെയ്തില്ല. അതുകൊണ്ട് മനുഷ്യരാശിയുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അങ്ങ് ഭാഗവതം രചിക്കണം എന്ന് പറഞ്ഞു. ഭഗവാനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് യാതൊരാളിനെയാണോ പ്രാർത്ഥിക്കേണ്ടത് ആ ആളിനെ കുറിച്ച് എഴുതണം. അവിടെയാണ് സൂത്രവാക്യം കൊടുത്തത്. അവിടെ വീണ്ടും വേദാന്ത സൂത്രം എന്ന സൂത്രവാക്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ ശ്ലോകം വരുന്നത് ജന്മാദ്യസ്യ യഥോ അന്യയ, പ്രഥമ സ്കന്ധത്തിലെ ആദ്യത്തെ ശ്ലോകമാണത്. ജന്മാദ്യസ്യ യഥോ അന്യയ ഇതരതച്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃത ആദികവയെ മുഹ്യന്തി യസൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ അമൃഷ ധാംന സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി, ദ ഒറിജിനൽ അബ്സല്യൂട്ട് ട്രൂത്ത്. ഈ ശ്ലോകത്തെ കൃഷ്ണ ഗായത്രി മന്ത്രം എന്ന് കൂടി പറയാം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ധീമഹി എന്ന് വരുന്നതെല്ലാം ഗായത്രി മന്ത്രമാണ്. അപ്പം സത്യം പരം ധീമഹി, ഇതിനെ കൃഷ്ണ ഗായത്രി മന്ത്രം എന്ന് പറയാം. അങ്ങനെ ആണ് വ്യാസമഹർഷി പിന്നീട് തൃപ്തനാവുകയും
ഭാഗവതം രചിക്കുകയും പിന്നീട് തൃപ്തനാവുകയും ചെയ്തു. നോക്കണം, അത്രയും എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റേഴ്സ് എല്ലാം നാരദ മഹർഷി തള്ളിപ്പറഞ്ഞു, നിരാകരിച്ചു ഡയറക്റ്റ് ആയിട്ട്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത എല്ലാത്തിനെയും നമ്മൾ നിരാകരിക്കണം. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് എന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ജീവിതത്തിൽ പരാജയം തന്നെയായിരിക്കും, യാതൊരു വിജയവും കിട്ടുകയുമില്ല. ആ ഒരു സ്റ്റേജിൽ പടിപടിയായി നമ്മൾ എത്തുമ്പോൾ നമ്മൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ നേരെ 7:30 നമ്മള് ഇന്ന് വിശേഷ ദിവസമായ ഗണേശനെ പാർവതിക്ക് എങ്ങനെ കിട്ടിയത് ഒറ്റ വാക്കിൽ ആർക്കെങ്കിലും പറയാമോ? ഗണേശനും സ്കന്ദനും ആരാണ് ചേട്ടാനിയന്മാര്? ചേട്ടനാരാ? ഗണേശനും സ്കന്ദനും സുബ്രഹ്മണ്യൻ ജ്യേഷ്ഠൻ. വെരി ഗുഡ്. ഓക്കെ. അപ്പം ഗണേശനെ പാർവതിക്ക് എങ്ങനെ കിട്ടി? ഉണ്ടാക്കിയതല്ലേ പ്രഭു, ചന്ദനം കൊണ്ട്. ആരാ പറഞ്ഞത്? ആര്? മഞ്ഞൾ കൊണ്ട്. ചന്ദനം കൊണ്ട് ഉണ്ടാക്കിയത്, മഞ്ഞൾ കൊണ്ടുണ്ടാക്കി. ശരി, ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ചന്ദനം കൊണ്ടുണ്ടാക്കി പറഞ്ഞു, ആൻസർ 1. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇന്ന് വളരെ സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇന്ന് പാട്ടിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ചുമ്മാതല്ല. വെരി ഗുഡ്. ഓക്കെ. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഗണേശനെ കിട്ടിയത് അറിയില്ല പ്രഭു. ഏതൊന്നും നമുക്ക് ശുദ്ധമായി അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധനയിലൂടെ പോയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അവിടെ പാർവതി ദേവി മഹാദേവരുടെ ഉപദേശമനുസരിച്ചിട്ട് പുണ്യാകവ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. ഏതൊരു സ്ത്രീക്ക് പുത്ര ലബ്ധി ഇല്ലാതെ വരുന്നുവോ അവര് ഈ 1 വർഷം നീളുന്ന പുണ്യാകവ്രതം നിഷ്ഠയോടെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പുത്രഭാഗ്യം കിട്ടും. ഇച്ചിരി പ്രയാസമാണ് ചെയ്യാൻ. അതുകൊണ്ടാണ് കലിയുഗത്തില് ഭാഗവതം മാത്രമേ ശരണം പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞത്. ഇങ്ങനെ പുണ്യാകവ്രതം അനുഷ്ഠിച്ചിട്ട് ഞാൻ വളരെ ചുരുക്കി പറയും, ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന്റെ മുഴുവനും കേൾക്കണം, ചുരുക്കി പറയാം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അതേ അംശമാണ് ഗണേശനായിട്ട് വരുന്നത്. പാർവതി ദേവിക്ക് കനിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. വിഷ്ണു മഹാദേവരോട് പറയുന്നുണ്ട്, ഭഗവാന്റെ പത്നി പുത്രലാഭത്തിനും പത്നി സൗഭാഗ്യത്തിനും വേണ്ടി വ്രതം അനുഷ്ഠിക്കട്ടെ. അപ്പൊ മഹാദേവര് ഭഗവാന്റെ ആള് ചോദിക്കുന്നുണ്ട്, പാർവതി ദേവിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ കൃഷ്ണനാണ് ഭഗവാനോട് പറയുന്നത്, പിന്നെ ഇത് അസാധ്യവും സർവകാമങ്ങളും സുഖവും നൽകുന്നതും മോക്ഷകാരണവുമാണ്. വ്രതം കൊണ്ട് ആരാധിക്കുന്നത് ഗോലോകനാഥനെയാണ്. അപ്പൊ ഏത് വ്രതവും നമ്മൾ അനുഷ്ഠിക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടായിരിക്കണം. ഗോലോകനാഥനെയാണ്. അദ്ദേഹം ആത്മാവും സർവസാക്ഷിയും ജ്യോതിരൂപനും സനാതനനും നിരാശ്രയനും നിർലിപ്തനും ദുരാരാധ്യനുമാണ്. വൈഷ്ണവർക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് വിഷ്ണു. പ്രത്യേകം നോട്ട് ദ പോയിന്റ്. വൈഷ്ണവർക്ക് മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാണ് വിഷ്ണു. മറ്റുള്ളവർക്ക് അദ്ദേഹം ദുരാരാധ്യനാണ്. ബ്രഹ്മവിഷ്ണു മഹേശ്വരാദികൾക്ക് അദ്ദേഹത്തിന്റെ കലകളുമാണ്. മഹാവിരാട് പ്രകൃതിയിൽ നിന്നും പരനായ അദ്ദേഹത്തിന്റെ അംശമാണ്. ഭാരതത്തിൽ ജന്മം ലഭിച്ചവൻ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്.
പ്രത്യേകിച്ച് കലിയുഗത്തില്. മറ്റു ദേവന്മാരെ ആശ്രയിക്കുന്നവന് 7 ജന്മങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ സൂര്യമന്ത്രം ലഭിക്കുന്നു. ഇതാണ് ശരിക്കുള്ള എവല്യൂഷൻ തിയറി. അങ്ങനെ 3 ജന്മങ്ങൾ കഴിയുമ്പോൾ ശൈവമന്ത്രം ലഭിക്കും. ശൈവമന്ത്രം ജപിച്ച് 7 ജന്മങ്ങൾ കഴിയുമ്പോൾ മായാമന്ത്രം ലഭിക്കും, അതായത് ദുർഗാമന്ത്രം ലഭിക്കും. നാരായണിയായ മായയെ 100 ജന്മം ആരാധിച്ചു കഴിയുമ്പോൾ നാരായണന്റെ ഒരു കലയെ സേവിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മാനുഷ ജന്മം സുദുർലഭം. അതിൽ തന്നെ വീണ്ടും പറയുന്നു മനുഷ്യാണാം സഹസ്രേഷു. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മൾ ഒരിക്കൽ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പിന്നെ പിടിവിടരുത് എന്നുള്ളത്. അങ്ങനെ 100 ജന്മം ആരാധിച്ചു കഴിയുമ്പോൾ നാരായണന്റെ ഒരു കലയെ സേവിക്കാൻ സാധിക്കും. 1 വർഷം ഈ കലയെ സേവിച്ച് കഴിയുമ്പോൾ വിഷ്ണുഭക്തി ഉണ്ടാകും. ഭക്തന്മാരുടെ സേവ കൊണ്ട്, ഭക്തിയുത സേവനം കൊണ്ട് ഈ ഭക്തി പതുക്കെ പരിപക്വമായി മാറും. പിന്നീട് അയാൾക്ക് നിർവാണ ഫലപ്രദമായ ശ്രീകൃഷ്ണ മന്ത്രം ലഭിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കൃഷ്ണവ്രതവും കൃഷ്ണമന്ത്രവും സർവഫലപ്രദമാണ്. ഭഗവാനെ വിളിച്ച ഒന്നും കിട്ടില്ല എന്ന് പറയുന്നത് വളരെ അർത്ഥശൂന്യമായ ഒരു കമന്റാണ്. പറയുന്നു കൃഷ്ണവ്രതവും കൃഷ്ണമന്ത്രവും സർവഫലപ്രദമാണ്. എന്താണ് കൃഷ്ണവ്രതം? ഏകാദശി വ്രതം. കൃഷ്ണഭക്തൻ കൃഷ്ണന് തുല്യനായി തീരും. അതുകൊണ്ടാണ് പറയുന്നത് ഭാഗവതവും ഭഗവാനും ഭാഗവതരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. വാഞ്ചാകൽപതരൂഹ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഞാൻ എല്ലാ വൈഷ്ണവ ഭക്തന്മാരെയും ഞാൻ നമിക്കുന്നു. എന്തുകൊണ്ട്? പതിതാത്മാക്കളെ അനുഗ്രഹിക്കാനുള്ള ശക്തി അവർക്ക് ഉണ്ട്. ഇവിടെ കൃഷ്ണതുല്യനായി തീരും. മഹാപ്രളയത്തിൽ പോലും കൃഷ്ണഭക്തിന് നാശമില്ല. കൃഷ്ണ കിങ്കരന്മാർ നാശമില്ലാത്ത ഗോലോകത്തിൽ സന്തോഷത്തോടെ വസിക്കുന്നു. എല്ലാവരുടെയും സഹവർത്തായ അങ്ങേക്കും വിഷ്ണുഭക്തന്മാരെ ഹനിക്കാൻ സാധ്യമല്ല. അതായത് മഹാദേവർക്ക് പോലും വിഷ്ണുഭക്തന്മാരെ ഹനിക്കാൻ സാധ്യമല്ല. സംഹാരിയാണ് മഹാദേവർ. പക്ഷെ വിഷ്ണുഭക്തന്മാരുടെ അടുത്ത് ഒന്നും നടക്കില്ല എന്ന് പറയുന്നു. നാരായണിയായ മായയെ സേവിക്കാതെ കൃഷ്ണഭക്തി ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ശരിക്കും മഹാദേവ ഭക്തനും ദുർഗാ ഭക്തനും അവസാനം കൃഷ്ണഭക്തിയിലേക്ക് നയിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് ചുരുക്കി പറയുകയാണ്, പ്രഭു ഗണപതി എങ്ങനെയുണ്ടായത്? അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇപ്പോഴത്തും ഇല്ല, ഡിവേറ്റ് ചെയ്തില്ല. അത് വരാനുള്ള രീതിയിലോട്ട് വരികയാണ്. ഓക്കെ, ആ ലൈനിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ വരുന്നത് അങ്ങനെ ഗണേശനെ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിക്കുന്നു പുണ്യാഗവ്രതം അനുഷ്ഠിക്കാൻ. എന്നിട്ട് ആ വ്രതം അനുഷ്ഠിച്ച് പാർവതീ ദേവിക്ക് കിട്ടുന്ന പുത്രന്റെ ഫീച്ചേഴ്സും സവിശേഷതകളും കൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മഹാദേവരുടെ അടുത്ത്. അദ്ദേഹം ദേവഗണങ്ങളുടെ എല്ലാം ഈശ്വരായിരിക്കും. അതിനാൽ ഗണേശൻ എന്നറിയപ്പെടും. പുണ്യാഗവ്രതം അദ്ദേഹത്തിന്റെ സ്മരണ മാത്രം കൊണ്ട് തന്നെ വിഘ്നങ്ങളെല്ലാം നശിക്കും. അതിനാൽ വിഘ്നൻ എന്ന പേര് ലഭിക്കും. പുണ്യവ്രതത്തിൽ അർപ്പിക്കുന്ന നാനാദ്രവ്യങ്ങൾ കൊണ്ട് കുടവയർ ഉണ്ടാകുന്നതിനാൽ ലംബോദരൻ എന്നറിയപ്പെടും.
ശനിയുടെ ദൃഷ്ടിപാതം കൊണ്ട് ശിരസ് നഷ്ടപ്പെടും. മനസ്സിലായല്ലോ ശിരസ് നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പിന്നീട് ആനയുടെ ശിരസ് വെച്ച് പിടിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഗജാനനൻ ആയിത്തീരും. പരശുരാമന്റെ പരശുകൊണ്ട് ദന്തം നഷ്ടപ്പെടുന്നതിനാൽ ഏകദന്തൻ എന്ന് പ്രസിദ്ധനായി തീരും. ദേവന്മാരെക്കാൾ മുൻപ് പൂജിക്കേണ്ടത് ഈ ഗണേശനെയാണ്, എങ്കിലേ പൂജാഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് ഭക്തിരസാമൃത സിന്ധുവിലും പറയുന്നുണ്ട്, ഗുരുവിന്റെ സ്ഥാനമാണ്. കാര്യം മഹാഭാരതം രചിക്കുമ്പോൾ വ്യാസമഹർഷി എടുത്ത് ഒരാളും കൂടെ കൂടും. ഈ മഹാഭാരതം പറഞ്ഞു കൊടുത്ത് എഴുതുന്നത് മഹാഗണപതിയുമാണ്. കാര്യം ഭഗവാന് മാത്രം ഇതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വ്യാസമഹർഷി ഭഗവാൻ തന്നെ വ്യാസമഹർഷിയായിട്ട് വരുന്നത്. ഇത്രയും വലിയ മഹാസംഭവം വരുമ്പോൾ ഒരാൾ കൂടി സഹായത്തിന് ആവശ്യമാണ്. അവിടെ ആണ് ഭഗവാൻ തന്നെ ഗണേശനായി അവിടെ വരുന്നത്. ഭഗവാന് മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ പാർവതി ദേവി പുണ്യാകവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഗണേശനെ കിട്ടും. കുഞ്ഞ് ജന്മം കിട്ടും. ജന്മം കിട്ടി. ഇപ്പൊ മനസ്സിലായില്ലേ ഗണേശനെ എങ്ങനെ കിട്ടിയെന്നുള്ളത്? ആമി കേട്ടോ? ഏത് ഒന്നുകൂടി പറയുമ്പോൾ മഹാദേവരുടെ കലയും ഭഗവാന്റെ കലയും ഒന്നായിട്ട് അവിടെ മാറും. അങ്ങനെ ആ രേതസിൽ നിന്നാണ് ശിശുവായിട്ട് മാറുന്നത് ഗണേശൻ. അങ്ങനെ വന്നിട്ട് ഓൾറെഡി പാർവതി ദേവിന് സുബ്രഹ്മണ്യനില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ ആദ്യം ഒരു മോനുണ്ടായിട്ട് പിന്നെ എങ്ങനെ ഗണപതി ഉണ്ടായി? അവിടെയാണ് വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കൃഷ്ണന്റെ സൗന്ദര്യം കണ്ടിട്ട് പാർവതി ദേവി കൃഷ്ണനെ ഇതേപോലൊരു മകനായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ എങ്ങനെ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നു ആ രീതിയിൽ ഭഗവാൻ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞത്. അത്രയും തേജോമയനായിരുന്നു. അങ്ങനെ യശോദയും അത് തന്നെയല്ലേ ആഗ്രഹിച്ചത്. പൂതനയുടെ പൂർവ്വജന്മം എനിക്ക് പിന്നീട് ഞാൻ വീണ്ടും റെഫർ ചെയ്തില്ല, മറന്നുപോയിട്ട്. പൂതനയുടെ പൂർവ്വജന്മം വിന്ധ്യാവലിയായിരുന്നു. അതായത് മഹാബലിയുടെ ഭാര്യയായിരുന്നു, സഹോദരിയായിരുന്നു. പക്ഷെ എനിക്ക് ഞാൻ കേട്ടതന്നേ ഉള്ളൂ, എനിക്ക് ഓർമ്മയില്ല. എനിക്കൊരു ചെറിയൊരു ഓർമ്മ പെശക് വന്ന് അത് വിഷ്ണുവിനെ ഞാൻ റെഫർ ചെയ്തില്ല, ക്ഷമിക്കണം. വാമനദേവനെ കണ്ടിട്ട് വാമനദേവന്റെ സൗന്ദര്യത്തെ കണ്ടിട്ട് ഇതുപോലൊരു പുത്രനായിട്ട് എനിക്ക് മുലയൂട്ടണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് പൂതനയ്ക്ക് ആ ജന്മം കൊടുക്കുന്നത്. ഇവിടെ പാർവതി ദേവി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും ഐശ്വര്യമായ ഒരു പുത്രനെ. അങ്ങനെ ഭഗവാൻ തന്നെ അങ്ങ് നേരിട്ട് ഇറങ്ങി വരുന്ന പാർവതി ദേവിയെ സഹായിക്കുക ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് വേറെ സെഷനായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഒരുപാടുണ്ട്. 2-3 മണിക്കൂർ അത് നിൽക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. ഒരുപാട് സംവാദങ്ങളുണ്ട് അതിനിടയ്ക്ക്. അപ്പൊ അവിടെ അങ്ങനെ പിന്നെ വരുന്നത് ഗണേശ ജന്മോത്സവമാണ്. ഗണപതി വന്നു കഴിഞ്ഞു. ഗണേശൻ അങ്ങനെ അവതരിച്ചു കഴിഞ്ഞു. ഗണേശൻ വന്നിട്ട് എല്ലാ ദേവന്മാരും പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് അവിടെ വന്നിട്ട് കൈലാസ സന്നിധിയിൽ വന്നിട്ട് ഈ ഗണേശനെ ആശംസിക്കുകയാണ്, അനുമോദിക്കുകയാണ്, അനുഗ്രഹിക്കുകയാണ്. ബ്രഹ്മാവ് പറയും, നിന്റെ യശസ് ജഗത്തിൽ നിറയട്ടെ, സർവപൂജ്യനായി ഭവിക്കട്ടെ, എല്ലാരേക്കാളും ആദ്യം പൂജിക്കപ്പെടുന്നവനായി തീരട്ടെ. ധർമ്മം പറയും, ഭഗവാൻ എന്നോട് തുല്യം ധർമ്മനിഷ്ഠനായി തീരട്ടെ, സർവജ്ഞനും ദയായുക്തനും ഹരിഭക്തനും ഹരിക്ക് തുല്യനുമായി തീരട്ടെ. മഹാദേവര് പറയും, എന്നെ പോലെ ദാതാവും ഹരിഭക്തനും ഹരിഭക്തനും, പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നെ പോലെ ദാതാവും ഹരിഭക്തനും ബുദ്ധിമാനും വിദ്യാവാനും പുണ്യവാനും ശാന്തനും ദാന്തനുമായി തീരട്ടെ. ലക്ഷ്മി ദേവി പറയും,
നിന്റെ ദേഹത്തിലും ഗൃഹത്തിലും എന്റെ നിരന്തര സാന്നിധ്യം ഉണ്ടാകട്ടെ. എന്നെ പോലെ ശാന്തയും പതിവ്രതയുമായ കാന്തയെ ലഭിക്കട്ടെ. സരസ്വതി ദേവി അനുഗ്രഹിക്കും. എനിക്കുള്ളതുപോലെ സുഖിവിതയും ഒരു മിനിറ്റ്, ധാരണാശക്തിയും സ്മൃതിയും വിവേചനാശക്തിയും ഉണ്ടാകട്ടെ. എല്ലാ ദേവന്മാരും ഭഗവാൻ ഗണേശനെ അനുഗ്രഹിക്കും. ശനിദേവൻ വരും. ശനിദേവൻ ഗണേശന്റെ മുഖത്തോട്ട് നോക്കത്തില്ല. ശനിദേവൻ കുനിഞ്ഞു തന്നെ ഇരിക്കും. ഇവിടെയാണ് ഈ ട്വിസ്റ്റ് വരുന്നത്. ഈ കഥയുടെ ട്വിസ്റ്റ് വരുന്നത് ശനിദേവനിലാണ്. ശനിദേവൻ പറയും, ബാല്യം മുതൽ കൃഷ്ണഭക്തനാണ് ഞാൻ. ശനിദേവൻ വളരെ കൃഷ്ണഭക്തനാണ്. അതുകൊണ്ടാണ് പറയുന്നത് വൈഷ്ണവരെ ശനിദേവൻ അകാരണമായി ബാധിക്കില്ല, നെഗറ്റീവായിട്ട് ബാധിക്കത്തില്ല. ശനിദേവൻ അനുഗ്രഹിക്കുകയേ ഉള്ളൂ വിഷ്ണുഭക്തരെ. ബാല്യം മുതൽ കൃഷ്ണഭക്തനാണ് ഞാൻ, അതായത് ശനിദേവൻ പറയുകയാണ്. പക്ഷേ തപസ്സിൽ എന്ന പോലെ ലൗകിക വിഷയങ്ങളിൽ ചെറിയ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആസക്തനായിരുന്നു. അങ്ങനെ ചിത്രകഥന്റെ പുത്രിയെ ഞാൻ വിവാഹം കഴിച്ചു. അതിതേജസ്വിനിയും തപോനിരതയുമായിരുന്നു അവൾ. ഒരിക്കൽ ഋതുസ്നാതയായ അവൾ മനോഹരമായ വേഷഭൂഷാദികൾ അണിഞ്ഞ് എന്റെ മുൻപിൽ വന്നു നിന്നു. ശനിദേവൻ പറയുകയാണ്, ഹരിപാദങ്ങൾ തന്നെ ധ്യാനിച്ചിരുന്ന എന്നോട് എന്നെ നോക്കൂ എന്ന് പറഞ്ഞു. ശനിദേവൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഞാൻ നോക്കിയില്ല. ഭാര്യമാരെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. എന്താ പറഞ്ഞേ, തിഥി അതിഥി ഒക്കെ സംഭവിച്ച ഇതേപോലെ തന്നെയാണ്. പക്ഷെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന ഞാൻ നോക്കിയില്ല. അങ്ങനെ ഭാര്യ ശോഭിച്ചു. അങ്ങ് എന്നെ നോക്കാത്തതിനാൽ അങ്ങയുടെ ദൃഷ്ടി പതിയുന്നതൊക്കെ നശിച്ചു പോകട്ടെ എന്ന് അനുഗ്രഹിച്ചു കൊടുത്തു. ധ്യാനത്തിൽ നിന്നുണർന്ന ഞാൻ അവളെ പല വിധത്തിൽ സമാധാനിപ്പിച്ചു. പക്ഷേ ശാപം പിൻവലിക്കാൻ സാധിക്കാതെ. അപ്പൊ അവിടെ ഒരു കാര്യമുണ്ട്. ശാപം തിരിച്ചെടുക്കാൻ കഴിയുന്നവർ മാത്രമേ ശപിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രമാണവും കൂടെ അവിടെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ചിത്രരഥന്റെ പുത്രി വിഷമിക്കുന്നുണ്ട്. അതിനാൽ അതിനൊരു വസ്തുവിനെയും കണ്ണു തുറന്ന് നോക്കുകയും പറയുന്നുണ്ട്. അങ്ങനെ ശനിദേവൻ അന്ന് തൊട്ട് ആരെയും തല ഉയർത്തി നോക്കത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് ശനിദേവൻ അറിയാം. രാവണന് കിട്ടിയ വരം പോലെ ഏതൊരു സ്ത്രീയുടെ അനുമതി ഇല്ലാതെ രാവണൻ ആ സ്ത്രീയെ സ്പർശിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റി? എന്താണ്? രാവണൻ മരിക്കുമെന്നോ തല തെറിക്കുമെന്നോ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? മരിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പം ഈ ഒരു വസ്തുത അറിയാവുന്നത് കൊണ്ട് എല്ലാ ദേവന്മാർ വന്ന് അനുഗ്രഹിച്ചിട്ടും ശനിദേവൻ അങ്ങനെ കുനിഞ്ഞിരുന്നപ്പോൾ പാർവതി ദേവി ചിരിച്ചുകൊണ്ട് ചോദിക്കും. പാർവതി ദേവി ചിരിച്ചുകൊണ്ട് പറയും, എന്നെയും എന്റെ പുത്രനെയും അങ്ങ് നോക്കാൻ പറയും. അപ്പൊ ശനിദേവൻ കാര്യം പറയും, നോട്ട് ദ പോയിന്റ്. എല്ലായിടത്തും സ്ത്രീ കഥാപാത്രം വളരെ വലിയൊരു റോളാണ് ചെയ്യുന്നത്. കഥയുടെ ട്വിസ്റ്റ് എല്ലാം അവരിലൂടെയാണ് പോകുന്നത്. ഇവിടെ അപ്പം പാർവതി ദേവി സമാധാനിപ്പിക്കും, എല്ലാം ഈശ്വരേച്ഛയ്ക്ക് അധീനമാണ്. അതുകൊണ്ട് പാർവതി ദേവി ശനിദേവനെ പ്രേരിപ്പിക്കും. അവസാനം ധർമ്മനിരതനായ ശനി ധർമ്മനെ സാക്ഷിയാക്കി ഇടത്തെ കൺകോണുകൊണ്ട് ശിശുവിനെ ഒന്ന് നോക്കി ഉടൻ തന്നെ ശിശുവിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു. തല അവിടുന്ന് അപ്രത്യക്ഷമായി നേരെ ഗോലോക വൃന്ദാവനത്തിലെത്തി ഈ തല ഭഗവാനിൽ മെർജ് ചെയ്തു കഴിഞ്ഞു. കാര്യം രംഗം മൊത്തവും വഷളായി. പാർവതി ദേവി അലമുറയിട്ട് കരയാൻ തുടങ്ങി.
33 ദേവന്മാരും കരയാൻ തുടങ്ങി, മഹാദേവരും കരഞ്ഞു. അങ്ങനെ ഭഗവാന് നേരെ പാർവതി ദേവിയുടെ അടുത്തേക്ക് വരികയാണ്. ഉടൻ വിഷ്ണു ഗരുഡന്റെ പുറത്ത് വന്ന് പുഷ്പഭദ്രാ തീരത്തേക്ക് പോയി. അവിടെ പിടിയാനകളോടും ആനക്കുട്ടികളോടുമൊപ്പം ഒരാന കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. സുദർശനം കൊണ്ട് അതിന്റെ തലയെടുത്ത് ഗരുഡന്റെ പുറത്ത് വെച്ച് തിരിച്ചു പോരാൻ പുറപ്പെട്ടു. അപ്പോൾ പിന്നെ ആനക്കൂട്ടം കിടന്ന് കരഞ്ഞു. അങ്ങനെ ആനക്കൂട്ടത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് വേറെ തല കൊടുത്തു. എന്നിട്ട് മറ്റൊരു ആനയുടെ ശിരസ് വെച്ച് പിടിപ്പിച്ചിട്ട് യോഗവിദ്യ കൊണ്ട് ജീവൻ നൽകുകയും ചെയ്തു. വേഗം ഗജശിരസ് കൊണ്ടുവന്ന് വിഘ്നേശ്വരന്റെ ഉടലിൽ ചേർത്തു. കുങ്കാക്ഷരണം കൊണ്ട് ബാലനെ ജീവിപ്പിക്കുകയും ചെയ്തു. ആ ഗജാനനെ പാർവതിയുടെ മടിയിൽ കിടത്തി പാർവതി ദേവിയെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷൻ എല്ലാം പാർവതി ദേവി മറക്കും. എന്നിട്ട് ശനിദേവന്റെ അടുത്ത് വളരെ ശുഭിതയായിട്ട് ചെല്ലും. ശനിദേവൻ വളരെ സങ്കടത്തോടെ ലജ്ജിതനായിട്ട് തലകുനിച്ചു നിൽക്കും. അപ്പം പാർവതി ദേവി ശനിദേവനെ ശപിക്കും. അംഗഹീനനായി തീരട്ടെ എന്ന് പറയും. ശനിയെ ശപിച്ചത് കണ്ട് സൂര്യനും കാശ്യപനും യമുനയും എല്ലാം കുപിതരായി വിഷ്ണുവിനെ ശപിക്കാൻ പുറപ്പെടും. ഇതെല്ലാം വന്നിട്ട് ഇപ്പൊ കശ്യപൻ പറയും, ഇദ്ദേഹം പത്നി ശാപം കൊണ്ട് നോക്കാൻ വയ്യാത്തവനാണ്, പാർവതിയുടെ ആജ്ഞ കൊണ്ടാണ് ശിശുവിനെ നോക്കിയത് എന്ന് പറയും. പാർവതി ദേവി എടുത്ത് പറയും. അപ്പൊ സൂര്യനും വരും, ധർമ്മനെ സാക്ഷിയാക്കി മാതാവിന്റെ ആജ്ഞ അനുസരിച്ചാണ് എന്റെ പുത്രൻ ശിശുവിനെ നോക്കിയത്. അപ്പൊ ഇവരെല്ലാം പാർവതി ദേവിയെ കുറ്റപ്പെടുത്തും ശനിദേവനെ ശപിച്ചതില്. ഇതേപോലെ പാർവതി ദേവി ഒന്നുകൂടി പെട്ടെന്ന് ചിന്തിക്കാതെ വേറൊരു ശാപം കൂടെ കൊടുക്കുന്നുണ്ട്. ചിത്രകേതുവിനെയാണോ സംശയമുണ്ട്. മഹാദേവരുടെ മടിയിൽ ഇരുന്നു കൊണ്ട് ബ്രഹ്മജ്ഞാനത്തെ പറ്റി മഹാദേവര് ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഈ പാർവതി ദേവി മഹാദേവരുടെ മടിയിൽ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് ചിത്രകേതുവാണെന്ന് തോന്നുന്നു മുകളിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ മഹാദേവരെ ഓർത്ത് ചിരിക്കും, കണ്ടിട്ട് ചിരിക്കും. കാര്യം ബ്രഹ്മജ്ഞാനമാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ഈ മടിയിലിരിക്കുന്നത് പാർവതി ദേവിയാണ്. ഇപ്പം മഹാദേവൻ അതിന് തിരിച്ചൊന്നും പറഞ്ഞില്ല കേട്ടോ. പാർവതി ദേവി പെട്ടെന്ന് ശപിക്കുന്നുണ്ട് ചിത്രരഥനെ, ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മഹാദേവന് ചോദിക്കും, പാർവതി ദേവി ചിരിച്ചത് എന്റെ നേർക്കല്ലേ, ഭവതി എന്തിനാണ് ശപിക്കാൻ പോയത് എന്ന് പറയും. ഭഗവാൻ ഏറ്റവും വലിയ ഭക്തനെയാണ് കാണിച്ചതെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ അവിടെ പിന്നെ ബ്രഹ്മാവ് പറയും, സ്ത്രീ സ്വഭാവമായ ചാബല്യം കൊണ്ടാണ് പാർവതി ശപിച്ചത്, സജ്ജനങ്ങളായ നിങ്ങൾ അത് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഇവരെയെല്ലാം നിന്നിട്ട് ആശ്വസിപ്പിച്ചിട്ട് ഇവരെല്ലാം തിരിച്ച് പോകുന്നുണ്ട്. ഇതാണ് ഗണേശ ഉൽപ്പത്തിയുമായിട്ടുള്ള ഒരു ബന്ധം. എന്തോ എന്തോ എന്തേ പറഞ്ഞത്? ഈ മംഗളം തന്നെ കേൾക്കുന്നത്, ഈ കഥ തന്നെ കേൾക്കുന്നത് മുക്തിപ്രദായകമാണ് എന്നാണ് കൃത്യമായിട്ട് നമ്മുടെ സംഹിതകൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവൈവർത്ത പുരാണമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ അങ്ങനെ ഗണേശന്റെ ഉൽപ്പത്തിയും ഭഗവാന്റെ തന്നെ അംശവുമായി പാർവതി ദേവിക്ക് ഗണേശനെ കിട്ടുന്നുണ്ട്. ഇനി ഇതിലെന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങളുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് നേരെ വിദ്യമാതയുടെ അടുത്തോട്ട് പോകാം.
എനിക്കൊരു സംശയം മാത്രമുണ്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഷെയർ ചെയ്യാം. അതായത് ലോർഡ് ഗണേശയുടെ വെഹിക്കിൾ മൂഷിക ആണെന്ന് അറിയാം എല്ലാവർക്കും. അതിന് എന്തെങ്കിലും സ്റ്റോറി ആർക്കെങ്കിലും അറിയാമോ? ഉണ്ടല്ലോ, അറിയാവുന്നവര് പറയൂ. ഹരേ കൃഷ്ണ. സുശീം പ്രഭു. സുശീം പ്രഭുവിന്റെ വീഡിയോ ഞാൻ ഇവിടെ ഉണ്ട്. പറഞ്ഞോളൂ. എന്തെങ്കിലും ഉണ്ടോ പ്രഭു? എന്താ പറഞ്ഞത്? അതായത് വിദ്യാമാതാജി പറഞ്ഞത് ഗണേശന് എങ്ങനെ മൂഷികനെ എലിയ വാഹനമായിട്ട് കിട്ടി എന്നുള്ളതാണ്. ഇവിടെ സുശീം പ്രഭു ഹരേ കൃഷ്ണ. നെറ്റ് വർക്കറാണോ? ആണെന്ന് തോന്നല്ലോ. സുശീം പ്രഭു നെറ്റ് വർക്കറാണ്. ജയപ്രകാശ് പ്രഭു എന്തെങ്കിലും ഒരു ഹിന്റ് താ. ഒരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു ഹിന്റ് താ. ഐഡിയ ഉണ്ടാവോ? പറയുമ്പോ ഓർമ്മിക്കും. സുശീം പ്രഭു വന്നു. സുശീം പ്രഭു വന്നോളൂ, പറഞ്ഞോളൂ. അതായത് ഈ പാലാഴി മദന സമയത്ത് ഓരോന്ന് പൊങ്ങി വരുന്നതനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഗണപതിക്ക് എലിയേം കിട്ടി. ആര വരുന്നുണ്ട്, അങ്ങനെ പലരും വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ എലി ആണ് ഗണപതിക്ക് കിട്ടിയത്. അടുത്ത വരുന്നത് എനിക്കാണെന്ന് പറഞ്ഞു. അതെ, അത് എലിയായിരുന്നു തോന്നുന്നു. അങ്ങനെയാണ് ജഗശേഷി പ്രഭു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കൂടാതെ അതൊരു കാര്യം, അത് കൂടാതെ ഭൂമിദേവി സമ്മാനിച്ചതും എലിയെയാണ്, മൂഷികനെയാണ്. ഇവിടെ പറയുന്നുണ്ട് വിഘ്നേശ്വരൻ, ഗണേശൻ, ഹേരമ്പൻ, ഗജാനനൻ, ലംബോദരൻ, ഏകദന്തൻ, ശൂർപ്പകർണൻ, വിനായകൻ എന്നീ 8 പേരുകൾ സിദ്ധിപ്രദങ്ങളാണ് എന്ന് നാരായണൻ തന്നെയാണ് കൽപ്പിച്ചു കൊടുക്കുന്നത്. ഈ പേരുകളെല്ലാം കൊടുക്കുന്നത് നാരായണൻ തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഗണേശന് ധർമ്മൻ ഇരിപ്പിടവും ബ്രഹ്മാവ് കമണ്ഡലവും നൽകി. ഇന്ദ്രൻ രത്നസിംഹാസനവും സൂര്യൻ രത്നകുണ്ടലങ്ങളും നൽകി. ഇന്ദ്രൻ മാണിക്യമാലയും കുബേരൻ കിരീടവും നൽകി. അഗ്നിശുദ്ധമായ വസ്ത്രങ്ങൾ, വരുണൻ രത്നഛത്രം, വായു രക്താങ്കുലീയകം, ലക്ഷ്മി മഞ്ചീരം, കേയൂരം എന്നിവയും സാവിത്രി കണ്ഠഭൂഷണവും സരസ്വതി ഉജ്ജ്വലമായ ഹാരവും നൽകി. മറ്റു ദേവീ ദേവന്മാരും ഉപഹാരങ്ങൾ നൽകി പൂജിച്ചു. പർവ്വതങ്ങൾ പലതരം രത്നങ്ങൾ നൽകി. ഭൂമി ദേവി ഗണേശന് വാഹനമായി മൂഷികനെ നൽകി. അനന്തരം ദേവന്മാരും കിന്നര ഗന്ധർവാദികളുമെല്ലാം ഗണേശന് മധുരമുള്ള നിവേദ്യങ്ങൾ സമർപ്പിച്ചു. അങ്ങനെയാണ് പാർവതി ദൈവം അടങ്ങുന്നത്. പാർവതി സഭയെ സന്തോഷിപ്പിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് കേട്ടോ. കാര്യം പാർവതി ദൈവം വളരെ ക്ഷുഭിതയായി. അപ്പം പാർവതി ദേവി അങ്ങനെയൊക്കെ ചില റിയാക്ട് ചെയ്ത് കളയും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ശ്രീരാമചന്ദ്രൻ വനത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോൾ മഹാദേവര് ഈ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാർവതി ദേവിക്ക് സംശയം വരുന്നത്. അങ്ങനെയാണ് പാർവതി ദേവി ശ്രീരാമചന്ദ്രനെ അളക്കാൻ വേണ്ടിയിട്ട് വനത്തിലേക്ക് സീതാദേവിയുടെ രൂപത്തിൽ ചെല്ലുന്നത്. ഈ ഒരു മനുഷ്യ സ്വന്തം ഭാര്യയെ നഷ്ടപ്പെട്ടിട്ട് മിണ്ടാപ്രാണികളോട് ആണ് ചോദിച്ചു നടക്കുന്നത്. ഈ ഒരു മനുഷ്യനെ എന്റെ ഭർത്താവ്, അതും സംഹാരശക്തിയുള്ള എന്റെ ഭർത്താവ് പൂജിക്കുന്നത് എന്ത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പാർവതി ദേവി ചോദിച്ചില്ല. മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ കളിയാക്കാൻ പോവുകയാണ് വനത്തിലേക്ക്, മഹാദേവർ അറിയാതെ. അങ്ങനെ
സീതാദേവിയുടെ രൂപത്തില് വനത്തില് പാർവതി ദേവി നിൽക്കുമ്പോള്, ശ്രീരാമചന്ദ്രൻ വരുന്ന പാതയിൽ നിൽക്കുമ്പോള് ശ്രീരാമചന്ദ്രൻ ഈ പാർവതി ദേവി എന്ന സീതാദേവിയെ കണ്ടിട്ട് പറയും, ഭവതി ഈ വലിയൊരു കൊടുങ്കാറ്റിൽ, വന്യമൃഗങ്ങളുള്ള ഈ കൊടുങ്കാറ്റിൽ അങ്ങ് ഭർത്താവില്ലാതെ മഹാദേവരില്ലാതെ എന്തിനു ഒറ്റയ്ക്ക് വന്നു എന്ന് ചോദിക്കും. അപ്പോഴാണ് ശ്രീരാമചന്ദ്രന്റെ ആ മഹാഭാവം പാർവതി ദേവിക്ക് മനസ്സിലാവുകയും അവിടെ തൊഴുത് വിനയാന്യതയായിട്ട് തിരിച്ച് മഹാദേവന്റെ അടുത്ത് ചെല്ലുമ്പോൾ മഹാദേവര് ധ്യാനത്തിൽ നിന്ന് ഉണർന്നുകൊണ്ട് എന്തായി പോയ കാര്യമെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്യുന്നു. ആ പാർവതി ദേവിയെ സന്തോഷിപ്പിക്കാനാണ് പിന്നെ 33 കോടി ദേവന്മാരും വന്നിട്ട് പുഷ്പവൃഷ്ടി ചെയ്യുകയും ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. വിദ്യാമാതാജി, ഉത്തരം ക്ലിയർ ആയോ? വേറൊരു കാര്യം കൂടി ഉണ്ട് ഇതില്. ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നതാണ്. ആക്ച്വലി ഞാൻ ഈ കഥ കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. കാര്യം ഞാൻ വേറൊരു കഥയാണ് കേട്ടിരിക്കുന്നത്. അതായത് എനിക്ക് ഗാർഡായിട്ട് എന്റെ സ്വന്തമായിട്ട് ഒരാൾ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു യങ് ആയിട്ടുള്ള ഒരു ബോയ്, ഒരു 12-13 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു യുവാവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കുട്ടിയെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പറയും, ഡോണ്ട് ലെറ്റ് എനിബഡി ഇൻസൈഡ്, ആരായാലും അകത്ത് കയറ്റി വിടരുത്, ഞാൻ കുളിക്കാൻ പോവാണ്. ആൻഡ് ദെൻ ലോർഡ് ശിവ കംസ് ആൻഡ് ഹി സേസ് ഐ വോണ്ട് ടു ഗോ ഇൻസൈഡ്. അപ്പൊ ഈ ബാലൻ പറയും, ഇല്ല ഞാൻ സമ്മതിക്കില്ല, ഉള്ളിൽ ദാറ്റ്സ് മൈ ഓർഡർ, ഐ വിൽ നോട്ട് ലെറ്റ് യു ഇൻസൈഡ്. അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവും. അങ്ങനെയും ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു. ഞാനും കേട്ടതാണ്. ഒരു പക്ഷേ 99 ആൾക്കാരും ഇത് തന്നെയായിരിക്കും കേട്ടത്. പക്ഷെ ഞാൻ റെഫർ ചെയ്തത് ബ്രഹ്മവൈവർത്ത പുരാണമാണ്. ഞാൻ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് സംസാരിച്ചത്. മറ്റതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. അതിന്റെ ആധികാരികതയെ പറ്റി എനിക്കറിയില്ല. പക്ഷേ വിനായക ചതുർത്ഥിയും ശനിയുമായിട്ട് ബന്ധമുള്ളത് അറിയാമല്ലോ, അതെല്ലാവർക്കും സമ്മതമാണല്ലോ. വിനായക ചതുർത്ഥി ശനിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അത് കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, പറഞ്ഞു തരാമോ? ഞങ്ങൾക്കറിയില്ല. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, വിനായക ചതുർത്ഥിയും ശനിയുമായിട്ടുള്ള ബന്ധം. അപ്പം അതിനെ കൂടെ എടുത്തു വെച്ച് കഴിഞ്ഞാല് ഇതാണ് അതിന്റെ സത്യം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, രുക്മിണി മാതാജി പറഞ്ഞത് ആക്ച്വലി പാർവതി കുളിക്കാൻ പോകുമ്പോൾ നന്ദിയെയാണ് കാവൽ നിർത്തുന്നത്. നന്ദി വിശ്വസ്തനായ പാർവതിയേക്കാൾ വിശ്വസ്തത ശിവനോടായതുകൊണ്ട് ശിവനെ ഇൻസൈഡിലേക്ക് വിട്ടു. അപ്പൊ അതിന് എനിക്ക് എന്റേതായ ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഗണപതിയെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് ആ കഥ. അതെ 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 ശരിയാണ്. അവിടെ എന്താ പറയുന്നത്, നമുക്കൊരു മലയാളത്തിൽ പോകുന്നത് വിശ്വാസവഞ്ചന കാണിച്ചു അല്ലേ? വിശ്വാസവഞ്ചന കാണിച്ചു. അതെ. എനിവേ, ഇതൊക്കെ നമ്മളെല്ലാരും കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പം ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ പറയാം, ഇല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ ഡിസ്കഷൻ കണ്ടിന്യൂഷൻ ആയിട്ട് വിദ്യാമാതായുടെ അടുത്തോട്ട് നമ്മൾ പോകും. പക്ഷെ എനിക്ക് ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാനുണ്ട്. പറഞ്ഞോളൂ. ഓക്കെ, സോ ഇതും ഞാൻ കേട്ടത് മഹാരാഷ്ട്ര ഏരിയയിൽ ഉള്ള പ്രചാരണത്തിലുള്ള കഥയാണ്. അതായത് ഞാനതൊന്നും റെഫർ ചെയ്തിട്ടില്ല, അത് കാരണം എനിക്ക് റെഫറൻസ് പറയാൻ അറിയില്ല. എന്നാലും ഞാനൊരു ഇത് പറയാണ്. അതായത് ചില ഹിന്ദുക്കളുടെ കഥവ്, അതായത് ഡോറില്, മെയിൻ ഡോറില് ഒരു എന്താ പറയാ, ഒരു കുടം പോലെ എന്നിട്ട് അതിൽ സ്വസ്തിക്കിന്റെ ഒരു കുങ്കുമമോ ചന്ദനമോ കൊണ്ട് അവര് അത് അങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഒരു സൈഡില് ശുഭ്, ഒരു സൈഡില് ലാഭ്. അത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശുഭ് ലാഭ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശുഭ് ലാഭ് എവിടെയെങ്കിലും? അപ്പൊ അത് ഞാൻ കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ടാണ്. ലൈക്ക് ഗണേശ ഇസ് ഹാവിംഗ് സിദ്ധി ആൻഡ് ബുദ്ധി ആസ് കല്യാണം എന്ന് ഞാൻ അത് പറയില്ല, വിശേഷിപ്പിക്കില്ല. I will not use that word. Yeah, even consorts of partners. Like Brahma has gifted him.
ബ്രഹ്മാവ് ഏൽപ്പിക്കുകയാണ്. ലൈക്ക് യു നോ, ബട്ട് യു കനോട്ട് സേ ദാറ്റ് ഹീസ് മാരീഡ് ഓർ സംതിങ്. അങ്ങനെ ഒരു മാരേജിനെ കുറിച്ച് റെക്കോർഡേ ഇല്ല. സോ ഇറ്റ്സ് ലൈക്ക് ബുദ്ധി ആൻഡ് സിദ്ധി ആൻഡ് ബുദ്ധി ആക്ച്വലി. സോ സിദ്ധി is also known by the name from Prahladan to everyone we are leaving. Okay. Sorry. And yeah, so Siddhi and Buddhi, and also she's known by the name of Riddhi, all right, prosperity. So and then Buddhi has one son, and Siddhi also has one son. One is named Shubham and one is named Labham. So basically they are two sons of Lord Ganesha. So that's the history behind putting it on the door, Shubh and Labh. It's not like, you know, Kashvaram vendittu angane onnum alla, but basically it is a sign of the prosperity. Adina വേറൊരു സ്റ്റോറി കൂടി ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് ദിസ്. ലക്ഷ്മി ഉള്ള സ്ഥലത്ത് സരസ്വതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സരസ്വതി ഉണ്ടെങ്കിൽ ലക്ഷ്മി ഉണ്ടാവില്ല. ബട്ട് വെൻ യു ഹാവ് ഗണേശ ഓൺ യുവർ ഡോർ, വെൻ യു ഹാവ് ദിസ്, you know, Shubh and Labh, which means you can have Buddhi as well as Siddhi as well as prosperity with you. So when you have Ganesha at home, so you are blessed with prosperity as well as you know, the intelligent wisdom basically. I thought I'll share this. Okay, very good. പറഞ്ഞത് ഞാൻ നേരത്തെ വായിച്ചത് ശ്രദ്ധിച്ചിരുന്നില്ല അല്ലേ? സിദ്ധിയും ബുദ്ധിയും സരസ്വതി ദേവി കൊടുക്കുന്നതും ബ്രഹ്മാവ് അനുഗ്രഹിക്കുന്നതും അതെല്ലാം പറഞ്ഞിരുന്നു. അതെ അതെ, ഞാൻ വേറെ രീതിയിൽ. അപ്പം സ്വസ്തിക് ചിഹ്നമൊക്കെ അതൊക്കെ നമ്മുടെ ഓരോ എന്താ പറയുന്ന മന്ത്രവിധികളിലൂടെയുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് സ്വസ്തിക് ചിഹ്നമൊക്കെ വരുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഗണേശനെ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഓക്കെ, ഇനി പിന്നെ ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞത്, ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഈ പുണ്യാകവ്രതം നേരത്തെ അനുഷ്ഠിച്ച് മക്കളെ കിട്ടിയവർ ആരൊക്കെയാണെന്ന് പറയാം. പുണ്യാകവ്രതം അനുഷ്ഠിച്ചിട്ട് പുണ്യാകവ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഭഗവാന് തുല്യനായ മകനെ കിട്ടുമെന്ന്, അതായത് ഭഗവാൻ ഒരു കലയെ തന്നെ കിട്ടുമെന്നാ പറഞ്ഞത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, എന്റെ ബ്രഹ്മാവ് പറഞ്ഞ പോലെ വ്രതം അനുഷ്ഠിച്ചിട്ട് ശതരൂപയ്ക്ക് പ്രിയവ്രതൻ, ഉത്താനപാദൻ എന്ന 2 പുത്രന്മാരെ ലഭിച്ചു. പിന്നെ ഈ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് ദേവഹൂതിക്ക് സിദ്ധേശ്വരനായ കപിലനെ പുത്രനായിട്ട് ജനിച്ചു. അരുന്ധതിക്ക് ശക്തി എന്ന പുത്രനെ ലഭിച്ചു. ശക്തിയുടെ പത്നിക്ക് പരാശരനെ പുത്രനായി ലഭിച്ചു. ഈ വ്രതം അനുഷ്ഠിച്ചാണ് അതിഥിക്ക് വാമനനെ പുത്രനായി ലഭിച്ചത്. ശുചിക്ക് ജയന്ദ്രനെ ലഭിച്ചത്. ഉത്താനപാദ പത്നിക്ക് ധ്രുവനെ ലഭിച്ചത്. കുബേരപത്നിക്ക് നളകുബേരനെ ലഭിച്ചത്. സൂര്യപത്നിക്ക് മനുവിനെ ലഭിച്ചത്. അത്രി പത്നിക്ക് ചന്ദ്രനെ ലഭിച്ചത്. ഭൃഗുപത്നിക്ക് ശുക്രനെ ലഭിച്ചത്. എല്ലാം ഈ പുണ്യാകവ്രതം കൊണ്ട് തന്നെയാണ്. അപ്പം വളരെ ശ്രേഷ്ഠമായ വ്രതമാണ്. ഇത്തിരി പ്രയാസവും കൂടിയാണ് ഇത് അനുഷ്ഠിക്കാൻ. കലിയുഗത്തിൽ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഹരേ കൃഷ്ണ, കൈ ഉയർത്തുക, വേറൊന്നുമില്ല. വേറൊന്നും നമ്മുടെ ഇല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഒരൊറ്റ മന്ത്രം കൊണ്ട് മാത്രം ഈ സിദ്ധികളെല്ലാം നമുക്ക് കിട്ടും. നിരന്തരമായ നാമജപം കൊണ്ടിട്ട് ഭഗവാനെ മാത്രം, ഭഗവാന്റെ കല തന്നെ നമുക്ക് പുത്രനായി ലഭിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ, വീണ്ടും വിദ്യമാതാജി പോയോ? ഇല്ലല്ലോ, ഞാൻ നീണ്ടു, അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ചേട്ടൻ പോയത്. ഓക്കെ, ഇനി വിദ്യമാതാജിക്ക് പറയാനുള്ളത് പറയാം. കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടിന്യൂഷൻ അത് അവിടെ ഇരിക്കട്ടെ. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. വെറുതെ വിടത്തില്ല കേട്ടോ. ഞാൻ പ്രിപ്പയർഡ് അല്ല, എന്നാലും കൂടി അത് എല്ലാവർക്കും അറിയാമെങ്കിൽ അത് ഒന്നും കൂടി ഒന്ന് ശരിയാക്കി ഒന്ന് പോളിഷ് ചെയ്ത് തന്നാ മതി. ഇതാണ് ഞാൻ കേട്ടത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാല് അഗസ്ത്യമുനി. അപ്പൊ
ബ്രഹ്മാവ് അഗസ്ത്യ മുനിക്ക് ഒരു there is a little pot, okay, that was given to ബ്രഹ്മാവാണോ ശിവനാണോ എനിക്കറിയില്ല. Somebody had given him a pot, okay, and Agastya Muni takes that pot, okay, and he reaches Coorg area, നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സിൽ അവിടെ പുള്ളിക്കാരൻ അവിടെ വെച്ചു. അങ്ങനെ ഒരു സൈഡിലായിട്ട് വെക്കുമ്പോ ഗണപതി അവിടെ വന്നിട്ട് ഹീസ് ഇൻ എ പ്ലേഫുൾ മൂഡ് ആൻഡ് ദെൻ ഹി വിൽ എന്താ പറയാ അത് തട്ടിമറിക്കുമ്പോ ആക്ച്വലി ആ പോട്ടിലുള്ളത് കാവേരിയാണ്. സോ കാവേരി ഉത്ഭവിക്കുന്നത് ആ ഏരിയയിലാണ്. സോ ഈവൻ നൗ ദർ ഇസ് ദിസ് പ്ലേസ് വിച്ച് ഇസ് ഇൻ ഇറ്റ്സ് കോൾഡ് Agastishwara something, one temple is there in that area which is in Madikeri in Coorg, Karnataka. So agane oru story undu which is a combination of Agastya Muni and Lord Ganesha, and that's how it seems Kaveri river was born. Oh, it's great news. Kaveri river നന്നായി പറഞ്ഞു തന്നതിൽ നന്നായി. ഒരു ചെറിയൊരു യുദ്ധ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. ഈ രാമായണത്തെ എന്ന് കേട്ടതാണത്. അതായത് ഈ രാവണൻ ഈ രാക്ഷസന്മാർ മരിക്കുമ്പോ അപ്പോഴേ അവിടെ നിന്ന് ക്ലിയർ ചെയ്യും, എടുത്ത് കടലിൽ കളയും. ഡെഡ് ബോഡീസ് അവിടെ ഇടൂലായിരുന്നു. കാരണം രാവണന് ഈ വാനരന്മാര് മനസ്സിലാക്കണം, രാക്ഷസന്മാരും മരിക്കുന്നില്ല. നോക്കുമ്പോ അവിടെ ആരും ഇല്ല, ഡെഡ് ബോഡി അപ്പോഴേ ക്ലിയർ ചെയ്യും. അതിന്റെ തന്ത്രത്തിന്റെ ഇതെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര് മരിച്ചു കിടക്കുന്നത് ഇവര് കാണുന്നത്. അപ്പൊ ഇവർക്ക് പ്രഷർ കൂടും. ചൈന ഇപ്പൊ ചെയ്തത് അതാണ് ആ ഒരു യുദ്ധതന്ത്രം. അത് എതിരാളി മരിക്കുന്നത് അറിയാൻ പാടില്ല. അവസാനം ഇതിന് പറ്റിയ ഇതിന്റെ കുഴപ്പം വന്നത് ഇന്ദ്രൻ വന്നിട്ട് അമൃത് തളിച്ച് വാനരന്മാരെ എല്ലാം ജീവനോടെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷെ രാക്ഷസന്മാര് കടലിൽ പോയത് കൊണ്ട് രാക്ഷസന്മാരാർക്കും തിരിച്ചു വരാൻ പറ്റില്ല. അതാണ് അതിന്റെ ഒരു എല്ലാ വാനരന്മാരെയും ജീവിപ്പിക്കും ഇന്ദ്രനോട് ശ്രീരാമൻ പറയും ഇങ്ങനെ ഒരു രണ്ട് കാര്യം പറയും. ഒന്ന് ഇതാണ്, അടുത്തത് എന്താണ് ഞാൻ ഓർക്കുന്നത്, രണ്ട് സേവ കൊടുക്കും. എന്താ ചൈനയുടെ അവസ്ഥ അങ്ങനെയാവോ? അങ്ങനെയല്ല, ചൈന മരിച്ചെന്ന് എത്ര പേര് മരിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ, ചൈനക്കാർ മരിച്ചിട്ടേ ഇല്ല. ആ ഒരു ഇംപ്രഷൻ അവർ ക്രിയേറ്റ് ചെയ്തു. അവര് ഒന്നും പറഞ്ഞില്ലല്ലോ ആരെയും എടുത്ത്, അവർ രഹസ്യമായിട്ട് എടുത്തിട്ട് കളഞ്ഞു. അവര് അടക്കിയതും ഇല്ല, ആരെയും ഒന്നും ചെയ്തില്ലല്ലോ. ആർക്കും പറഞ്ഞൂടാ. ദിസ് ഇസ് നോർമലി ഫോളോഡ് എന്നുള്ളതാണ് ഇപ്പോഴും. രാവണൻ അന്ന് ചെയ്തത് ഇത് തന്നെയാണ്. അതിന്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. വാനരന്മാർക്ക് കാണുമ്പോൾ പ്രഷർ കൂടണം. ഇവരാരും മരിച്ചിട്ടില്ല. രാക്ഷസന്മാർ മരിക്കുന്ന അറിയുന്നില്ല. അവരെ അപ്പോഴേ ക്ലിയർ ചെയ്യണം കടലിൽ. രാവണന് അവസാനം പക്ഷെ അവര് തിരിച്ചു കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഇപ്പോഴും അത് ഇങ്ങനെ ഉണ്ട്. പല രാജ്യങ്ങളും അവര് ഡിസ്ക്ലോസ് ചെയ്യില്ലല്ലോ അവരുടെ ലോസ്. അതൊരു സ്ട്രാറ്റജി ആണത്. നമുക്കിപ്പോഴും വ്യക്തതയില്ല അവർ മരിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. സംശയമുണ്ടല്ലോ ഇവിടെ. അതാണ്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഇന്ദ്രൻ വന്നിട്ട് ഇവരെല്ലാം ജീവിപ്പിക്കുന്നുണ്ട്. മരിച്ചവരെല്ലാം മരിച്ചത് ആക്സിഡന്റ് എല്ലാരെയും നോർമലാക്കും. എന്നിട്ടാണ് അവരെല്ലാരും കൂടെ പിന്നെ പുഷ്പവിമാനത്തിൽ കയറി കിഷ്കിന്ധയിൽ ഇറങ്ങുന്നത്. കിഷ്കിന്ധ ഇറക്കുന്നുണ്ട്. പുഷ്പവിമാനത്തിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. എത്ര ആൾ കയറുന്നോ അതനുസരിച്ച് വലുതാവും. അങ്ങനെ ഉള്ള വാനരന്മാര് കംപ്ലീറ്റ് ആയിട്ട് പോകും. എന്നിട്ട് കിഷ്കിന്ധയിൽ ഇറങ്ങി അവരെ ഭാര്യമാരെ എല്ലാവരും കൂടെ കയറ്റിക്കൊണ്ടാണ് പോണത്. ശ്രീരാമൻ പട്ടാഭിഷേകത്തിൽ ഫ്ലൈറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അല്ല, CPM-കാരത് കേൾക്കരുത്. കൊന്ന കൊല വിളിക്കും. എങ്ങനെ ഒരു വിമാനമോ? ഏത് വിമാനമാടാ? എന്തിനാടാ പുഴു പറയുന്നത്? അങ്ങനെയൊക്കെ വിമാനം ഉണ്ടായിരുന്നു എന്നാണ് സംഭവം. അങ്ങനെ ആവാമല്ലോ. ആയിരിക്കാം, സത്യമാണ്. പക്ഷെ അതൊന്നും ഈ നമ്മൾ പറഞ്ഞില്ലേ സയന്റിഫിക് ഏജിൽ ജീവിക്കുന്ന നമ്മളാരും ഇതൊന്നും, പ്രത്യേകിച്ച് യുക്തിയിൽ മാത്രം ഇത് കാണുന്ന യുക്തിവാദികളാരും ഇതൊന്നും അംഗീകരിക്കുന്നില്ല. സുരേഷ് ഗോപി പ്രഭു, സയന്റിഫിക്കലി ആ ഒരു വേർഡ് തന്നെ തെറ്റാണ്. സയന്റിഫിക്കലി ജീവിക്കുന്ന നമ്മൾ ഏത് സയന്റിഫിക്കൽ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്? ഈ സയൻസിന്റെ ആധികാരികത എവിടെ ഉണ്ട്?
അത് അതുപോലെ സത്യം തന്നെ സത്യം പ്രഭു, അത് അവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അവരെ മറന്നേക്കൂ. അല്ലല്ല, മറക്കുകയല്ല നമ്മൾ അത് ഞാൻ പറയുന്നത്. ഇപ്പൊ അവരതിനെ എതിർക്കുന്നത് അങ്ങനെയാണല്ലോ. അവര് പറയുന്നത് ഇതിന് എന്ത് യുക്തിയാണുള്ളത്? നിങ്ങൾ ഈ വിമാനം ഉണ്ടായിരുന്നു എന്നും വിമാനം പറത്തിയിരുന്നു എന്നും കുബേരൻ ഇങ്ങനെ ഒരു വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അവർക്ക് എന്ത് യുക്തിയാണ് ചോദിക്കുന്നത്? അല്ല, ചോദ്യത്തിന് എന്ത് യുക്തി ഉണ്ടെന്നുള്ളതാണ് തിരിച്ചു ചോദ്യം. അല്ല പ്രഭു, അത് അവര് ഞാൻ പറഞ്ഞില്ല, അവര് പുറത്തു നിന്ന് ഫിസിക്കലിയാണ് അവർ ഇതെല്ലാം ചോദിക്കുന്നത്. അല്ലാതെ ഇവര് ആന്തരികമായിട്ട് ഈ എല്ലാ പുസ്തകവും അടച്ച് കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ട് അതിന്റെ ഉള്ളടക്കം പറയുകയാണ് ചെയ്യുന്നത്. അതാണ് അവർ ചെയ്യുന്നത്. അത് കുഴപ്പമില്ല, അത് അവരുടെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. സോറി, ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാല് അതെന്താ പറയാ, നമ്മൾ ആരും ട്രെയിൻഡ് അല്ല അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട്. ആക്ച്വലി നമ്മളുടെ വേദങ്ങളില് വൺ ഓഫ് ദ വേദാസ്, ഐ തിങ്ക് ലൈക് Samaveda is about all music, all right. Rigveda, Yajurveda ഉണ്ട്. I think Yajurvedayil they have also mentioned the building of vimanas, which has been copied by the Western people. Aeroplane helicopter ഒക്കെ ഉണ്ടാക്കിയേക്കുന്ന ആ ബേസിസിൽ വെച്ചിട്ടാണ്. So vimanas ഒക്കെ അന്ന് വിമാന ഗോപുരം എന്നൊക്കെ പറയുന്നത് it is all mentioned in the Vedas, right? Building of bridges, building of many architectural buildings. അന്നത്തെ ഇപ്പോഴത്തെ അമ്പലങ്ങളൊക്കെ ചില ancient അമ്പലങ്ങളൊക്കെ ഇപ്പോഴും it is standing very tall. Why? Because it was built with the ancient technology. നമ്മൾ കൈലാസ something temple is there which is built from downwards, carving from downwards. ഇപ്പോഴും അവർക്ക് അറിയാൻ പാടില്ല അത് എങ്ങനെ ഇതാക്കിയിരിക്കുന്നത്. That's what I'm saying. കണ്ടവരോട് ചോദിക്കണോണ്ടിട്ട് അവര് ജയിച്ചു എന്ന് പറഞ്ഞത് that's not the point. The point is നമ്മളൊരു question ചോദിക്കുന്നത്, we want to get an answer. അല്ലാണ്ട് സ്മാർട്ടായി എന്റെ സ്മാർട്ട് ക്വസ്റ്റ്യൻ ആണ് എന്ന് പറഞ്ഞിട്ട് ഷൈൻ ചെയ്യല്ല വേണ്ടത്. We should have a nice conversation where we can try to understand the answer. ഇപ്പൊ ആൻസർ ഇല്ല എങ്കിലും ആൻസർ അറിയുന്നവരോട് ചോദിക്കാം. You can guide that person to a person who knows. I don't know the answer, but maybe somebody else will find the answer. അങ്ങനെ ഒരു റൂട്ട് കാണിച്ചു കൊടുക്കണം. അയാൾക്ക് എന്താ പുള്ളിക്കാരൻ എന്തെങ്കിലും അറിയാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ if he wants to develop his knowledge, then fine. If not, let's leave him. അതാണ് വേണ്ടത്. ഇപ്പൊ ഇത് കളിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നില്ല. Because these books are really rich books. Cultural heritage ഉള്ള books ആണ്. We should be really proud of it. വിമാനം കണ്ടിട്ട് ചിരിക്കേണ്ട ഒരു കാര്യമില്ല. Because these things are really clearly explained in the books. അതും സംഭവമല്ലേ? പ്ലെയിനും എയറോപ്ലെയിനും ഒക്കെ പറക്കുന്നില്ലേ? മാത്രമല്ല ഈ വിദ്യമാതി പറഞ്ഞതിന്റെ തൊട്ട് അതേ ഗ്രന്ഥത്തിൽ തന്നെ വിമാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ്രവ്യങ്ങളെ കുറിച്ചും അതിന്റെ ഇന്ധനത്തെ കുറിച്ചും പറയുന്നുണ്ട്. കറക്റ്റ്. ഫ്യൂവലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് ഇപ്പൊ അത് അങ്ങനെ അതേ വിമാനം തന്നെയല്ലേ. ഇപ്പൊ ബംഗ്ലാദേശില് ആ വിമാനത്തിന് ബംഗ്ലാദേശ് വിമാൻ എന്നൊക്കെ പറയുന്നത് എന്താ, ഗരുഡ, അങ്ങനെയാണ് അവരുടെ ഇതിനൊക്കെ വിട്ടത്. അവർക്ക് ഓൾഡ് ആയിട്ടുള്ള നമ്മളുടെ എയർലൈൻസ് ആണ് എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി വി ആർ സപ്പോസ് ടു ബി നെയിമിങ് ഇറ്റ് അണ്ടർ ദോസ് ആ പഴയ ഏൻഷ്യൻ നെയിംസ് കൊടുത്താൽ വി ഷുഡ് ബി റിയലി പ്രൗഡ് ഓഫ് അവർ കൾച്ചർ. Okay, now let's leave that aside. I have a small nice story also. It's again about Ganesha. Today's day is about Ganesha because he's my favorite. Okay. ഒരു ചെറിയ ഒരു 2 സെക്കൻഡ് എടുക്കത്തുള്ളൂ. It's about 2 സെക്കൻഡ് പ്ലീസ്. No problem. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇത് ആക്ച്വലി ഇത് തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഇഫ് യു സീ തമിഴ്നാട് and if you see North India also, people who are well, I will not get into that. I mean, people really respect their own culture. അതുകൊണ്ടാണ് അബ്ദുൽ കലാം ഒക്കെ കണ്ടില്ലേ നന്നായിട്ട് നല്ല വേദവും നല്ല സാൻസ്ക്രിറ്റ് ഒക്കെ പറയുന്നത്. അതേപോലെ ഉത്തർപ്രദേശിലും അവരുടെ കരിക്കുലത്തിലുണ്ട് സാൻസ്ക്രിറ്റ് ഇസ് എ ലാംഗ്വേജ്. ഞാനിപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഒത്തിരി ആൾക്കാരുണ്ട്, ഹിസ് നെയിം ഇസ് തൻസീൽ എന്നോൾ. അവർക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാം. അവർ ഓരോന്നും ടാബ്ലോ അത് ഇതൊക്കെ കളിക്കുന്നുണ്ട്. ശിവനായിട്ട് അവർ തന്നെ ഡ്രാമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ റിയലി റെസ്പെക്ട് ആ കൾച്ചർ. നമുക്ക് പോയി കിടക്കുന്നത് നമ്മുടെ നാട്ടിലാണ്. വി ഹാവ് ടു ആക്ച്വലി ഗെറ്റ് ഇറ്റ് ഓൾ ബാക്ക്. ബട്ട് നമ്മൾ വി ഷുഡ് നോട്ട് അലൗ ദം ടു മേക്ക് ഫൺ ഓഫ് us. We should understand our culture. We should be then proud of it. Okay, now let me get back to the small tiny story. It's about this. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇത് ജ്ഞാനപ്പഴം കേട്ടിട്ടുണ്ടോ? The fruit of wisdom എന്ന് പറഞ്ഞിട്ട്. So നാരദ goes to Shiva and Parvati. അവിടെ ആരുണ്ട്? അവിടെ ഗണപതിയും ഉണ്ട്, നമ്മുടെ കാർത്തികേയനും ഉണ്ട്, രണ്ടുപേരുണ്ട്. ഇത് എല്ലാവർക്കും അറിയുന്ന സ്റ്റോറിയാണ്. എന്നാലും ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ട്വിസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നാരദൻ വന്നിട്ട് പറയും, എന്റെ കയ്യിലൊരു ജ്ഞാനപ്പഴമുണ്ട്. I have a
fruit, wisdom fruit ഉണ്ട്. പക്ഷേ I will give it only to the winner. Okay, winner ആരായിരിക്കും? Somebody who is going to circumambulate the whole earth. So appo Karthikeyan, he will sit on his peacock, his vehicle is there, and he will go karangan vendittu, he will go away immediately. Okay, Ganapati is sitting there. Okay, and what is he doing? He will just take a circle around his mother and father 3 times, 3 പ്രാവശ്യം circle ചെയ്തിട്ട്, and then Narada is also very impressed. ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ള ആൻസറും കൊടുക്കും. Okay, what is he saying? This is my world. ഞാൻ 3 പ്രാവശ്യം circumambulate ചെയ്തിട്ടുണ്ട്. Now I am the winner. അപ്പോഴേക്കും കാർത്തികേയൻ വന്ന് കഴിഞ്ഞപ്പോ എന്ത് കണ്ട്? നമ്മുടെ ഗണപതി is getting the fruit. He is getting the reward. Okay. And then what happens? Okay, so Ganapati is like, now we know that he is like witty and he is having wisdom also. But after that, what happens is Karthikeyan ദേഷ്യം പിടിക്കും. കാർത്തികേയൻ പറയും, ഇത് ശരിയാവില്ല, this is not the right thing. I am going to leave this place. എല്ലാരും പറയും പോവല്ലേ പോവല്ലേ. But he leaves that place. And he says, they were all staying together in Kailasa. And he says, I will also go and stay, but it is not going to be a tall peak, but I will find my own place. And he goes to, he finds different heights, different hills, okay, where in Tamil Nadu. And he settles down in Palani. Yes. So that is one story I thought I'll share with you. Oh yeah, great. അവിടെ പോയിരുന്നു അങ്ങനെയാണ് അവിടെ പോയിരിക്കുന്നത്. അവിടെ പോയി തപസ് ചെയ്ത് അവിടെ ഇരുന്നു പുള്ളി. അവിടെ തന്നെ ഇരുന്നു. അത് തന്നെ എന്റെ ദിസ് ഇസ് മൈ അബോർഡ് എന്ന് പറഞ്ഞിട്ട് അതിന് ഇത് വളരെ ഫേമസ് സ്റ്റോറിയാണ് മാതാജി. ഇത് വളരെ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു സൗത്തിലൊക്കെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണ്. ഹരേ കൃഷ്ണ. പഠിച്ചുകൊണ്ട് കൃഷ്ണന്റെ ഇത് അറിയാം. മാതാജി ഇതെല്ലാം കേൾക്കുന്നത് സത്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഇത് കേൾക്കാൻ വലിയ സന്തോഷമാണ്. എനിക്കൊക്കെ വലിയ സന്തോഷമാണ്. അതുകൊണ്ട് സമയം ഒരു വിഷയമേ അല്ല. അതെ അതെ, എനിക്ക് വലിയ സന്തോഷം. ഇത് നല്ല സന്ദർഭം കിട്ടി. അപ്പൊ ഐ തോട്ട് ഐ ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് നമ്മളുടെ ഇത് we should be proud and we should be sharing the knowledge. ഇന്ന് നമ്മുടെ ഗുരുകുലം സമയം പ്രശ്നമല്ല. അതെ, അതാണ് ഇന്ന് പ്രശ്നമില്ല. ഇന്ന് 9 മണിക്ക് പോകണ്ടല്ലോ. അവിടെ കോവിഡ് കണ്ടീഷൻസ് വളരെ മോശമാവുന്നു. മണ്ഡലാൽ പ്രഭു മ്യൂട്ടിലാ. അത് കുഴപ്പമില്ല. അല്ല, കോവിഡ് ഇവിടെ പ്രശ്നമാണ്. ന്യൂസ്, ഗൾഫ് ന്യൂസ് പറയുന്നു. അത് ഇന്നിപ്പോ വൈകുന്നേരം റേഡിയോയിൽ പറയുന്നത് പഴയ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരാൻ പോകുന്നു എന്ന് പറയുന്നു. സർക്കാർ അങ്ങനെ ഒരു സംഭവം പുറത്തു വിട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അത് ചെയ്യാന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അണുനശീകരണം ഒക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഈ മരുന്നടിക്കലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ മുതൽ തുടങ്ങി. ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് 3 തരം വാക്സിൻസ് അവർ ഏതാണ്ട് ഫിനിഷിംഗ് സ്റ്റേജിൽ